നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. പട പേടിച്ച് പന്തളത്തി എന്നപ്പോൾ പന്തം കൊളുത്തി പട എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഏകദേശം ആ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് PV അൻവർ. ഇടതുമുന്നണിയോട് കലഹിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ എതിരെ അധിക്ഷേപങ്ങളടക്കം ഉന്നയിച്ചാണ് പിണറായി സത്തിനെതിരെ വലിയ പോരാട്ടം എന്ന് പറഞ്ഞാണ് അൻവർ ഇടതുമുന്നണി വിട്ട് പുറത്തിറങ്ങിയത്. MLA സ്ഥാനമൊക്കെ രാജിവെച്ച് UDF-ന് ഒപ്പം ചേർന്ന് വലിയൊരു മത്സരത്തിനൊക്കെ ഒരുങ്ങിയത്. ഒടുവിൽ UDF-ഉമായും ഇതേപോലെ തന്നെ പിണങ്ങി പിരിഞ്ഞിരിക്കുന്നു. അവിടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയാണ്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശത്രുവായി നിൽക്കുന്നു, മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശത്രുവായി നിൽക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേട് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഉണ്ട് എന്ന്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും നടുവിൽ നിന്ന് രണ്ടുപേർക്കുമെതിരെ ഒരുപോലെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് PV അൻവർ എന്ന തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ്. ആരെ തോൽപ്പിച്ചാലാണ് അല്ലെങ്കിൽ ആരെ ജയിപ്പിച്ചാലാണ് അൻവർ ജയിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അൻവർ തന്നെ ജയിക്കണം. എന്തായാലും കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ജയമൊക്കെ എത്രത്തോളം നടക്കുമെന്നുള്ളത്, എങ്ങനെയൊക്കെ സ്വപ്നം കാണാൻ കഴിയും എന്നുള്ളത് യാഥാർത്ഥ്യബോധം വെച്ച് നോക്കുമ്പോൾ അത് അസാധ്യമാണ് എന്നുകൂടി ചിലപ്പോഴൊക്കെ പറയേണ്ടി വരും. എന്തായാലും അങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. ഒരേ സമയം പിണറായി വിജയനെതിരെയും അതേസമയം തന്നെ VD സതീശനെതിരെയും പോരാടുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അൻവറിൻ്റെ പ്രസ്താവന തന്നെ ആ തരത്തിലേക്കൊക്കെ വന്നിരിക്കുന്നു. മത്സരത്തിലേക്ക് അൻവർ നിൽക്കുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അൻവർ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണ്? LDF-നെയാണോ UDF-നെയാണോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ഏലിയാസ് ആണ് എറണാകുളത്ത് നിന്നും ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ ഏലിയാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ PV അൻവറിന്റെ പോരാട്ടം ആദ്യഘട്ടത്തിൽ അദ്ദേഹം പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു VD സതീശന്റെ ദുഷ്ടബുദ്ധിയാണ്, VD സതീശന്റെ UDF സ്ഥാനാർത്ഥി അവിടെ ജയിക്കില്ല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അൻവറിന്റെ പോരാട്ടം ആർക്കെതിരെയാണ്? പിണറായിക്കെതിരെയാണോ സതീശനെതിരെയാണോ? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. കുറെ നാളായി വിളിച്ചിട്ട് സാറേ ഒന്നും കിട്ടുന്നുമില്ല. എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇത് എന്നും ഞാനിവിടെ ഇരുന്ന് വിളിക്കും, ചിലപ്പോ കിട്ടും, അപ്പൊ കട്ടായി പോകും. ഒരുപാട് ആളുകൾ വിളിക്കുന്നോണ്ട് പറ്റുന്നതാണ്, കുഴപ്പമില്ല. സാറേ, അൻവറിനെ കുറിച്ച് പറയാനുള്ളതേ പറഞ്ഞു. ഈ അൻവറിന് UDF സ്ഥാനാർത്ഥിയായിട്ട് അവിടെ പ്രഖ്യാപിച്ച് അൻവറിനെ ഇപ്പൊ 2 പ്രാവശ്യമായിട്ട് കോൺഗ്രസ് UDF-നോട് സ്ഥാനാർത്ഥി MLA ഇല്ലല്ലോ. മൂന്നാമത് ഈ അൻവറിനെ അവിടെ UDF പിന്താങ്ങി സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ജയിപ്പിക്കണം, എന്നിട്ട് നിയമസഭയിലേക്ക് കൊണ്ടുപോകണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. അതാണ് ചെയ്യേണ്ടത്. അന്നിലാണ് അവിടെ ഒരു അടുത്ത നിയമസഭ വരുമ്പോഴും അൻവറിനെ എങ്ങനെയും UDF-ലേക്ക് എടുത്ത് കൂടെ നിർത്തിയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അൻവർ UDF-മായി തെറ്റിപ്പിരിഞ്ഞ് UDF-ന് ഇടയ്ക്ക് ഒരു സീറ്റ് ചോദിച്ചു, അൻവറിന് ഏത് സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഉറപ്പ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ UDF-കാർ ഉറപ്പൊന്നും കൊടുത്തില്ല. അൻവർ ആദ്യമൊക്കെ പറഞ്ഞതൊന്നും അല്ല, മറ്റു കാരണങ്ങളാണ് പുറത്ത് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥ കാരണം സീറ്റ് കിട്ടാത്ത തന്നെയായിരുന്നു. അതെ, സീറ്റ് അല്ലായിരുന്നു സാറേ. നിലമ്പൂർ സീറ്റ് ഇവരിപ്പോ ഏതായാലും ചർച്ചയൊക്കെ നടത്തിയ സ്ഥിതിക്ക് അൻവറിന് UDF-ന്റെ സ്ഥാനാർത്ഥി നിർത്താണ്ട് അൻവറിനെ നിർത്തി ജയിപ്പിക്കണമായിരുന്നു. അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായേനെ. ശരി ശ്രീ ഏലിയാസ്. ശ്രീ ലൈല റഷീദാണ്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ലൈല റഷീദ്, താങ്കൾ സൗത്ത് ആഫ്രിക്കയിൽ എവിടെയാണ്? ഞാൻ മാംഗോയിലാണ്, പക്ഷേ ഇപ്പോ തിരുവനന്തപുരത്തുണ്ട്. ശരി, ഓക്കെ. എന്നാലും പറഞ്ഞോളൂ. ഇപ്പോ അൻവർ വിഷയമാണല്ലോ പൊതുവെ ചർച്ച ചെയ്യുന്നത്. അതെ. അപ്പോ കേരളത്തില് വളരെ ആധികാരികമായി ഞങ്ങൾ കുറച്ചു നാള് കേരളത്തിൽ വന്നാലും വോട്ട് ചെയ്യാൻ പോകാറില്ലായിരുന്നു. ഇവിടുത്തെ രാഷ്ട്രീയം അത്ര ഗതികെട്ട് രണ്ട് മുന്നണികളും വളരെ ബാഡായിട്ട് മൂവ് ചെയ്ത് ഒരു ജനതയ്ക്ക് യാതൊരു രീതിയിലുള്ള പ്രതിബദ്ധതയും ഇല്ലാതെ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ തന്നെ പരസ്പരം ഭാര്യയും ഭർത്താവും ഞങ്ങളെ മക്കളും പറഞ്ഞിട്ടുണ്ട്, ഒരു 3-ാം മുന്നണി വരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വോട്ട് ചെയ്യാൻ പോകണമെന്ന്. അതാണ് യാദർച്ഛികമായി ഇന്ന് അൻവർ പ്രഖ്യാപിച്ചത്. അത് കേരളത്തിന് അനിവാര്യമായ ഒരു 3-ാം മുന്നണിയുടെ ആവശ്യകത ഉണ്ടായിരുന്നു. ശ്രീ ലൈല റഷീദ് പറയുമ്പോ അതിന് ഏതെങ്കിലും കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ പിന്തുണയോ ജനവിഭാഗത്തിന്റെ പിന്തുണയോ ഒക്കെ വേണം. ഇതിപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ ആം ആദ്മി പാർട്ടി പിന്തുണയ്ക്കുമെന്നൊക്കെയാണ് പറയുന്നത്. രണ്ടു പാർട്ടിക്കും കേരളത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും നേരമില്ലാത്ത ഒരു പാർട്ടികളൊക്കെ രണ്ടുപേർ ചേർന്ന് ഒരു 3-ാം മുന്നണി എന്നൊക്കെ പറഞ്ഞാൽ അതിനെ എങ്ങനെ വിശ്വസിക്കാം? ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നത്തെ കേരളത്തിന്റെ പശ്ചാത്തല സ്ഥിതി അനുസരിച്ച് ഇരു മുന്നണികളും 3-ാം മുന്നണികളെ
കൊണ്ടുവരാത്തതാണല്ലോ. ഒരു മൂന്നാം മുന്നണി വന്നാൽ മാത്രമല്ലേ ഇവർ രണ്ടുപേരും മൂന്നാം മുന്നണിയൊക്കെ ഉണ്ട്, ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഒരു മൂന്നാം മുന്നണി ഉണ്ടല്ലോ. അല്ല, അതിനെ ആരും അംഗീകരിച്ചിട്ടില്ലല്ലോ. ഒരു കേരളത്തിൽ ഒരു സീറ്റ് എന്ന് പറയുന്നത് ഒരു അംഗീകാരമല്ലല്ലോ. മൂന്നാം മുന്നണി പോലെ ഇവരെ പോലെ ശക്തമായ ഒരാൾ വന്നാലല്ലേ. ഇനിയിപ്പോ പ്രധാനപ്പെട്ട കാര്യം ഈ അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ കേരളത്തിലെ ജനതയോട് പറയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വോട്ട് ചോദിക്കാൻ പോകുമ്പോഴത്തേക്ക് ഈ ജനങ്ങൾ LDFന്റെ സ്ഥാനാർത്ഥിയോട് ചോദിക്കൂലേ, ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു MLA ഇതിനു മുന്നേ ഉണ്ടായിരുന്നു, അവരെന്തുകൊണ്ട് രാജിവെച്ചു? അദ്ദേഹം വളരെ കൃത്യമായിട്ട് 9 വർഷം ഞങ്ങൾക്ക് പലതും തന്നല്ലോ. 10ാമത്തെ വർഷം ജനങ്ങൾക്കൊന്നും തരാത്തത് കൊണ്ടാണല്ലോ ആ കസേര വലിച്ചെറിഞ്ഞത്. പിന്നെ കോൺഗ്രസിന്റെ കാര്യം പണ്ടേ ജനങ്ങൾ ലൈല റഷീദ്, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. താങ്കൾ ഇങ്ങനെയൊക്കെ പറയുന്നു, ഈ അൻവർ ഉന്നയിച്ച ഏതെങ്കിലും ഒരു ആരോപണത്തിനകത്ത് അങ്ങനെ ഏതെങ്കിലും അദ്ദേഹത്തിന് തെളിയിക്കാനോ അല്ലെങ്കിൽ ആളുകൾക്ക് വിശ്വാസയോഗ്യമായ രീതിയിലേക്ക് നിർത്താനോ ഒക്കെ ഏതെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അൻവർ പണ്ട് ഒരു വ്യവസായിയാണ്, ആ വ്യവസായി കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നെ DAC-കാരനായി, പിന്നീട് ഇടതുപക്ഷത്തിനൊപ്പം വന്നു, ഇപ്പോൾ അതിന് മാറി വേറെ അവിടെ ഇവിടെ ഇല്ലാതെ നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് എന്ത് രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്? നിങ്ങൾ പറയുന്നതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അൻവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇന്നത്തെ പുതുതലമുറയായ യുവാക്കൾക്ക് ജോലിയില്ല. അതിന് പകരം അവരെ ഭീകര സംഘടനയായി, തീവ്രവാദി സംഘടനകളായി കൂട്ടിക്കെട്ടി NIA അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. പിണറായി വിജയൻ എന്താണ് ചെയ്യുന്നത്? ഒരു വാന് പിടിച്ച് പിണറായി വിജയന്റെ അടുത്ത് പോയിട്ട് പറയില്ല, എന്റെ നാട്ടില് പുതിയ തലമുറകളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ പിണറായി വിജയന് വേണ്ടി ജയ് വിളിച്ചുകൊണ്ട് നടന്ന ആളല്ലേ PV അൻവർ? അവരുടെ ആ നിലമ്പൂരിലെ PV അൻവറിനെതിരെ ഒരുപാട് കേസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അന്നേരം ഒന്നും PV അൻവറിന് പിണറായി വിജയൻ ഒരു അനഭിനന്ദനെ ആയിരുന്നില്ലല്ലോ. അങ്ങനെയല്ലല്ലോ. പുതുതലമുറയെ അറസ്റ്റ് ചെയ്ത് എന്തിനാണ് തീവ്രവാദ കേസിന് അറസ്റ്റ് ചെയ്യുന്നതെന്ന് പുതുതലമുറയെ രണ്ടുപേരെയൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ എത്ര കാലമായി? അത് 4-5 വർഷത്തിന് മേളിലായില്ലയോ? അങ്ങനെ പറഞ്ഞത് കൊണ്ടല്ലേ ഇയാൾ തീവ്രവാദിയായതും ഇയാൾ പുറത്തായതും. ഇയാളങ്ങനെ തീവ്രവാദി ആയതൊന്നുമില്ല. PV അൻവർ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഇടതുപക്ഷത്തിനെതിരെ അന്ന് പറഞ്ഞ് ഞങ്ങൾ UDF-നൊപ്പം നിൽക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ UDF-നെതിരെ ആരോപണം ഉന്നയിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കൾ പിണറായി വിജയനും VD സതീശനും രണ്ടുപേർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ട് നിൽക്കുന്നു. അങ്ങനെ ഒരാൾ വന്ന് കേരളത്തെ രക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ. ഈ 9 വർഷം നിലമ്പൂരിൽ ഈ പറഞ്ഞ സ്ഥാനാർത്ഥികളാണോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തത്? പിന്നെ PV അൻവറാണോ ചെയ്തു കൊടുത്തത്? ഈ സർക്കാരല്ലേ ചെയ്തു കൊടുത്തത്? ആ സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് PV അതൊക്കെ സ്വാഭാവികമായിട്ട് ഏത് MLA-ക്കായാലും അതിന്റെ യോഗ്യ, അതിനകത്തല്ലേ MLA ആക്കുന്നത്. കണ്ട, നിങ്ങൾ തന്നെ പറഞ്ഞു അത് തന്നെയാണ് MLA ആക്കണമെന്ന്. അതാണ് ഇനി കേരളം സംഭവിക്കാൻ പോകുന്നത്. മൂന്നാം മുന്നണി അൻവറിലൂടെ സ്വപ്നം കാണുന്ന ആളുകളും ഉണ്ട് എന്നുള്ളത് എന്തായാലും കൊള്ളാം. ശ്രീ കോതമംഗലത്ത് നിന്നും ശ്രീ സലീമാണ്, ക്ഷമിക്കണം, ശ്രീ സലീം താങ്കൾ പറഞ്ഞോളൂ. അതെ, ഇപ്പൊ ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മുടെ കക്ഷി ഇപ്പോ ഈ അൻവർ എന്ന് പറഞ്ഞ ആള് പുറത്തു വന്നേക്കണം. ഹലോ, കേൾക്കാൻ പറഞ്ഞോളൂ. അപ്പൊ ഇതിന്റെ പിന്നാലെ നിങ്ങൾ മാധ്യമപ്രവർത്തകരായാലും സാധാരണക്കാരായാലും ഇത്രയും കണ്ടു പോകേണ്ട കാര്യമില്ല. അതങ്ങ് അവഗണിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ അവഗണിക്കാൻ കഴിയുമോ? അതെ, പുള്ളി ഒരു MLA ഒക്കെ ആയിരുന്ന ഒരാളല്ലേ. MLA ഒക്കെ ആയിരുന്ന ഒരാൾ രാഷ്ട്രീയം പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായി അവഗണിച്ച് കളയുക എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയല്ല. അത് അതിനുള്ള നമ്മൾ എതിർത്താലും അനുഭവിച്ചാലും അതിനുള്ള പ്രാധാന്യം നമ്മൾ കൊടുക്കണം. MLA കുപ്പായം കിട്ടിക്കഴിഞ്ഞാൽ MLA-യുടെ നിലപാടിൽ നിൽക്കണ്ടേ? അതല്ലേ വേണ്ടത്? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ അവരുടേതായ അഭിപ്രായങ്ങളല്ലേ. അപ്പൊ പിന്നെ ഒരു കാര്യം പ്രാധാന്യം കൊടുക്കണം. അൻവർ പറയുന്നത് എന്താണെന്ന് അറിയാൻ കേരളത്തിലെ ജനത്തിന് താല്പര്യമുണ്ട്. സ്വാഭാവികമായും അത്തരം താല്പര്യമുള്ളപ്പോൾ ആ കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? അല്ല, കേരളത്തിന് അത്ര വലിയ താല്പര്യമില്ല. പക്ഷെ നിങ്ങൾ താങ്കളെ എങ്ങനെ അറിയും കേരളത്തിന് അത്ര വലിയ താല്പര്യമില്ല? അൻവർ PV അൻവർ 2 തവണ മത്സരിച്ച് അവിടെ ജയിച്ച ആളല്ലേ? അതെ. അപ്പൊ ജയിച്ച ആൾ സ്വാഭാവികമായിട്ട് അയാൾ പറയുന്ന കാര്യത്തിന് ഇനി ഇപ്രാവശ്യം പൂർണ്ണമായിട്ട് അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ പിന്നീട് അദ്ദേഹത്തിനുള്ള പ്രാധാന്യം കുറയും. ഇനി അതല്ല, വലിയ രീതിയിൽ വോട്ട് കിട്ടുകയാണെങ്കിൽ പ്രാധാന്യം കൂടും. അതെല്ലാം സ്വാഭാവികമല്ലേ? പുള്ളി ഒരു പാർട്ടിയുടെ ആളായിട്ട് നിന്ന് ജയിച്ചതാ, അല്ലാതെ സ്വന്തമായിട്ട് നിന്ന് ജയിച്ചതൊന്നുമല്ല. പാർട്ടിയുടെ ആൾ ഒരു സ്വതന്ത്രനായി, ഇടതു മുന്നണിയുടെ പിന്തുണയോട് സ്വതന്ത്രനായി നിന്നു. അതെ. അപ്പം ഇടതു മുന്നണിക്കും അൻവറിന് കൂടി അവകാശപ്പെട്ടതാണ് ആ വിജയം. അതിന് സംശയമൊന്നുമില്ലല്ലോ. അതിപ്പോ അതില്ലല്ലോ. രാജിവെച്ചോണ്ടല്ലേ ഇല്ലാതായത്, അല്ലാതെ പുറത്താക്കിയൊന്നുമല്ലല്ലോ. എന്നിട്ട് പുള്ളി ഇപ്പൊ എവിടെ നിൽക്കുന്നു? വലതു മുന്നണിയിലേക്ക്. അതുകൊണ്ട് വാർത്താ പ്രാധാന്യം എങ്ങനെ കുറയും? അതാണ് ശ്രീ സലീം എനിക്ക് മനസ്സിലാവാത്തത്. എങ്ങനെ വാർത്താ പ്രാധാന്യം എങ്ങനെ കുറയും? വാർത്താ പ്രാധാന്യം കുറയണമെങ്കിൽ ഇനി അൻവർ മത്സരിച്ച് അൻവറിന് അങ്ങനെ യാതൊരു ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വാർത്താ പ്രാധാന്യം കുറയും. ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന് വാർത്താ പ്രാധാന്യം കുറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അല്ല, ഇങ്ങനെയുള്ളവർ വന്ന് വാർത്താ പ്രാധാന്യം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? അല്ല, അത് ജനം തീരുമാനിക്കേണ്ട കാര്യമാണ്. നിലമ്പൂരിലെ ജനമാണ് ഇതിന് തീരുമാനിക്കേണ്ടത്. അൻവറിന് എത്ര വോട്ട് കിട്ടുമെന്നൊക്കെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് പിന്നീട് തീരുമാനിക്കാം.
ശരി, ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അൻവറിന്റെ പോരാട്ടം യഥാർത്ഥത്തിൽ LDF-നെ തോപ്പിക്കാനാണോ UDF-നെ തോപ്പിക്കാനാണോ? ഇത് അയാൾ ഇങ്ങനെ ബോംബിട്ടുകൊണ്ടിരിക്കുന്നു, അയാൾക്ക് തന്നെ അയാൾ തന്നെ എന്തെല്ലോ കളിക്കുന്നു. പിന്നെ ആദ്യം കോൺഗ്രസിലെ UDF-ലെ പിന്നെ ചില ആൾക്കാർ ഈ അൻവർ ചെയ്ത മഹാ അപരാധം മനസ്സിലാക്കണം. ഇത് പിന്നെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടം പോയി, മറ്റേ പോയി, പിന്നെ VD സതീഷ് ശക്തനായ നേതാവ്, അയാൾ ഹെഡിലല്ലേ, അയാൾ എല്ലാവരും കൂടി തീരുമാനിച്ചില്ലേ പറഞ്ഞ അയാളെ ഇതാക്കി വയ്യ. യൂണിറ്റി സ്ട്രെങ്ത് എന്ന് പറഞ്ഞ പോലെ ഈ ഇലക്ഷന് ജയിക്കണ്ടിക്കല് അവര് എല്ലാവരും കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നീട് ഭരണത്തിലേക്ക് പോകുന്നുണ്ട്, കേന്ദ്രത്തിലെല്ലാം കെട്ടല്. ഇതല്ല, ഇത് രണ്ട് ചേരി അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെന്താ ഒത്തൊരുമയോട് നിന്നിട്ട് കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് കാണ്. അതല്ല, ഇത് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് അൻവർ ആദ്യം കോൺഗ്രസിൽ നിന്ന് സോമനിലേക്ക് പോകേണ്ടതുണ്ട്. പാലക്കാട് നിന്ന് ശ്രീ സോമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ മത്സരിക്കുന്ന ആരോടാണ്? ശ്രീ സോമൻ പറഞ്ഞോളൂ. സാറേ, അതെ, ഇത് നിങ്ങൾ ഈ പിന്നെ വെറുതെ ഈ പത്രത്തിലൊക്കെ കണ്ടു കഴിഞ്ഞ് ഇത് നമ്മൾ ഈ കേൾക്കുമ്പോൾ തന്നെ, പൊതുജനങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തൊരു പിന്നെ ഒരു കളിതമാശ പോലെയാണ്. ഈ അൻവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഈ കോൺഗ്രസിൽ പ്രവർത്തിച്ച് കഴിഞ്ഞ അയാൾക്ക് സീറ്റ് കിട്ടാതെ ഇപ്പം ഇടതുപക്ഷത്തിന് സപ്പോർട്ട് കൂടിയാണ് അയാൾ നിന്നത്. കേൾക്കുന്നു സാറേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ. സപ്പോർട്ട് നിന്നത് അയാൾ ഈ പിന്നെ ആദ്യത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിനെ അയാളെ ജയിപ്പിച്ചു. പിന്നെ 2ാം പ്രാവശ്യം അയാളെ ജയിപ്പിച്ചു. എന്നിട്ട് ഈ നാണം കെട്ട പണികൾക്ക് ഇയാൾ നിൽക്കണം. അതായത് ഇയാളുടെ ആദ്യം പറഞ്ഞ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പൊതു ഇതിൽ തന്നെയാണ്. നമുക്ക് പണ്ട് കാലത്ത് കുറെ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ കുപ്പായം കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു സീറ്റ് കിട്ടിയില്ല എന്ന് ഉണ്ടുമ്പോഴേക്കും ഈ ബഹളാണത്. നമ്മുടെ ഒരു അഭിപ്രായം അങ്ങനെയാണല്ലോ സാറേ. ശരി, ശ്രീ പീതാംബരനാണ് എറണാകുളത്ത് നിന്നും. ശ്രീ പീതാംബരൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അൻവറിന്റെ മുഖ്യ എതിരാളി യഥാർത്ഥത്തിൽ ആരാണ്? പിണറായി ആണോ സതീശനാണോ? ഇവര് രണ്ടുപേരും അല്ല എതിരാളികൾ. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് പറയാനുള്ള ഈ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഇത് ഉളവാക്കിയത്. കാരണം അൻവർ എന്തിനു വേണ്ടി നിൽക്കുന്നു, നിലകൊള്ളുന്നു എന്നുള്ളത് ഇവർ മനസ്സിലാക്കേണ്ടേ ആദ്യം. ഇയാൾ കൊള്ളക്കാർക്കും കയ്യേറ്റക്കാർക്കും സാമൂഹ്യത്തിനും വേണ്ടിയുള്ള ഇതിനു വേണ്ടിയാണ് അൻവർ മത്സരിക്കുന്നത്. കാരണം അതിന് തെളിവ് ഞാൻ തരാം. LDF-ൽ നിന്നുകൊണ്ട് അവിടെ തടയണ കെട്ടുകയും പൊതുജനത്തെ ദ്രോഹിക്കുകയും ചെയ്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട വെള്ളം പോലും കിട്ടാണ്ടാക്കിയപ്പോൾ ഇയാളുടെ സ്വാർത്ഥ താല്പര്യം നിയമം മൂലം ഒളിഞ്ഞു പോയതിനാണ് ഇയാൾ അവിടെ നിന്ന് രാജിവെച്ചു പോകുന്നത്. ഈ നേരെ മറിച്ച് ഇപ്പോൾ UDF-ലേക്ക് വന്നു, അവരും ഇയാളെ എടുത്തു. എന്താ സംഭവിച്ചത്? സതീശൻ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, താൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തള്ളിപ്പറഞ്ഞെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് നിന്നോ. എന്തായാലും ആവതയുള്ളത് അത് പറ്റൂല. അപ്പൊ തൻപ്രമാണത്ത് പോകണം. കാരണം ഇയാൾ കൊള്ളക്കാർക്കും ഈ പറഞ്ഞ കൊണ്ടാത്ത, കാരണം ഇയാൾ പറയുന്ന മുദ്രാവാക്യം എന്താണ്? മോട്ടോർ സൈക്കിളിൽ പോകുന്നവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. 3 പേര് കയറിയാൽ പിടിക്കണ്ടേ? ഹെൽമെറ്റില്ലാട്ട് പോയാൽ പിടിക്കണ്ടേ? ഇതെന്തിനു വേണ്ടിയാണ്? അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇയാൾ സാമൂഹ്യ ദ്രോഹിയാണ്, അത് ശരിയായ ദ്രോഹിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതാണ് സംഭവം. വളരെ വ്യക്തമാണ്. ശ്രീ പ്രസന്നനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ PV അൻവർ LDF ജയിച്ചാലാണോ PV അൻവർ ജയിക്കുക, UDF ജയിച്ചാലാണോ, ആര് തോറ്റാലാണ് അൻവർ ജയിക്കുക? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അൻവറിന് തന്നെ ഒരു രൂപമില്ലാണ്ട് നിൽക്കുകയാണ്. അൻവറിന് തന്നെ ഇപ്പൊ എന്താ ചെയ്യണ്ടേ, എന്താ പറയണ്ടേ, എങ്ങടാ പോണ്ടേന്ന് ഒരു രൂപമില്ല. അൻവറിന്റെ ലക്ഷ്യം എനിക്ക് തോന്നുന്നു LDF ആയിട്ട് ഇടഞ്ഞ് അവിടുന്ന് പോകുന്നു. പക്ഷേ അടുത്ത UDF-ൽ ഒരു പ്രമുഖ സ്ഥാനം ശ്രീ PV അൻവർ പ്രതീക്ഷിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അവര് കൂട്ടത്തിൽ കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും മുന്നിൽ നിന്ന് നയിക്കുന്ന കാര്യമായിരിക്കും ശ്രീ അൻവർ മനസ്സിലാക്കിണ്ടാവുക, ആഗ്രഹിച്ചിട്ടുണ്ടാവുക. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവര് കൂട്ടത്തിൽ കൂട്ടാൻ നോക്കിയിട്ടും അൻവർ കൂടണില്ലല്ലോ. പിന്നെ ഇതൊക്കെ നേരത്തെ അറിയാവുന്ന വിഷയമാണ്. ഷൗക്കത്താണ് അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാൻ സാധ്യത. പിന്നെ മറ്റേ ജോയിനെ ഈ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു PV അൻവർ പറയണമെങ്കിൽ തന്നെ അത് ഈ UDF-ന്റെ നേതാക്കളെയൊക്കെ കവച്ചു വെച്ച് പറഞ്ഞ ഒരു സ്റ്റൈലാണല്ലോ. അതെന്തായാലും നടക്കുന്നു, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. ശരി, ശ്രീ പ്രസന്നൻ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ PV അൻവർ ആരെ തോപ്പിക്കാനാണ് ഇപ്പോൾ മത്സരിക്കുന്നത്? നമസ്കാരം. നമസ്കാരമുണ്ട്. PV അൻവർ സ്വയം
ഇല്ലാതാകാൻ വേണ്ടിയാണ് മത്സരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം എന്താ പറഞ്ഞാൽ ഏത് അൻവർ അവിടെ ജയിക്കില്ലെന്ന് അൻവറിനും അറിയാം. പിന്നെ LDF ജയിച്ചാലും UDF ജയിച്ചാലും തോക്കുന്ന അൻവർ തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രക്ഷപ്പെട്ടിരിക്കുന്നത് കുറച്ചൊക്കെ UDF തന്നെയാണ്. കാരണം തോറ്റാലും ജയിച്ചാലും അവർക്ക് ഒരു കാര്യത്തിൽ സമാധാനിക്കാം, അൻവറിന്റെ കൊണ്ടാണ് ജയിച്ചതെന്ന് എതിരാളികൾ പറയില്ലല്ലോ. തോറ്റാൽ അവരുടെ സീറ്റല്ലെന്നും പറയാം. ഇത് സംഭവിച്ചിരിക്കുന്ന അൻവറിനാണ് ആ പട വട്ടുപിടിക്കാൻ പോണത്. കാരണം UDF ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അൻവർ എന്ത് പറയും, LDF ജയിച്ചാലും പിന്നെ അൻവർ എന്ത് പറയും, ഒന്നും പറയാൻ പറ്റില്ല. അയാളുടെ ലക്ഷ്യം ഇതാണെന്ന് പറഞ്ഞ് നടക്കാന്നുള്ളതല്ലാണ്ട് ഇനി വട്ടപൂജയായിട്ട് പോകുമെന്നുള്ളതിന് ഒരു തർക്കവും ഇല്ല കാര്യത്തിൽ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പിണറായിക്കെതിരെയുള്ള പോരാട്ടമാണ്, പിണറായിന്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള വൻ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ ആളാണ്. ഇപ്പോൾ പറയുന്നു VD സതീശൻ ദുഷ്ടബുദ്ധിയാണ്, VD സതീശന്റെ സ്ഥാനാർത്ഥി ജയിക്കില്ല എന്നൊക്കെ പറയുന്നത്. അപ്പൊ പിന്നെ ആർക്കെതിരെയാണ് ഈ അൻവറിന്റെ പോരാട്ടം? അത് തന്നെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ഈ നിലമ്പൂരിലെ സാമാന്യ ജനങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇത്രയും സ്ഥിരതയില്ലാത്ത ഒരാളിനെയാണോ നമ്മൾ 9 വർഷമായിട്ട് MLA ആയിട്ട് ഇങ്ങനെ നടന്നത് എന്ന് അവിടുത്തെ സാമാന്യ ജനങ്ങൾ. അപ്പൊ ഇത്രയും ചാഞ്ചാട്ടം പാടില്ല. രാഷ്ട്രീയത്തിൽ മാറ്റവും പോക്കും വരവും എല്ലാം ഉള്ളതാണ്, പക്ഷെ ഇത്രയും ചാഞ്ചാട്ടം ഉള്ള ഇത് വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാളും ഇയാളുടെ വ്യക്തിത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കുറ്റം പറയുന്നത്. അതേപോലെ തന്നെ എനിക്ക് ആദ്യം മുതലേ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇയാൾ പാർക്കിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം കയ്യേറിയിരുന്നല്ലോ നേരത്തെ, അപ്പോൾ അനധികൃതമായിട്ട്. അത് ഗവൺമെന്റ് തിരിച്ചു പിടിക്കുകയും അല്ല അത് ഒക്കെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ അതേപോലെ തന്നെ ഇയാൾ ജനങ്ങൾക്ക് വേണ്ടി ഇത്രയേറെ പൊരുതുന്ന നേതാവാണെന്ന് വാദം വരാതെ സംസാരിക്കുമ്പോൾ, ഈ അസംബ്ലി കൂടുന്ന സമയത്ത് ഇയാൾ പലപ്പോഴും ഇവിടെ ഇല്ലല്ലോ, ആഫ്രിക്കയിലാണല്ലോ. ആഫ്രിക്കയിൽ എന്തിനു പോയി, എന്താണ് ഇയാൾക്ക് കച്ചവടം എന്നുള്ള കാര്യങ്ങളൊന്നും ഈ ഇയാൾക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർ പോലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. ഈ പാർക്കിന്റെ തന്നെ എത്രയോ ഏക്കർ ഇപ്പൊ പാർക്കുണ്ടോ ഇല്ലയോ എന്നും എനിക്കറിയത്തില്ല. ഈ പിന്നെ ഇത്രയും സ്ഥലം കയ്യേറി, അപ്പൊ അതെന്തായി, അതെല്ലാം തിരിച്ചു പിടിച്ചു. ഈ സൗത്ത് ആഫ്രിക്കയിൽ എപ്പോഴും പോയിക്കൊണ്ടിരുന്നത് എന്തിനാണ്? കാര്യം മറ്റുള്ളവരുടെ അനീതിയെക്കുറിച്ചും പിന്നെ നിയമവിരുദ്ധതയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പം ഇതും പക്ഷെ ഇയാൾ സംസാരിക്കത്തില്ല. പക്ഷെ ഇയാൾക്കെതിരെ നിൽക്കുന്ന ആൾക്കാർ പോലും അതിനെക്കുറിച്ചൊന്നും യാതൊന്നും മിണ്ടുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതൊരു സർവേ ആവുന്നില്ല ഇവിടെ. ഈ ആഫ്രിക്കയിലൊക്കെ എന്തിനാ പോയിരുന്നെന്ന് പോലും അറിയത്തില്ല. നമുക്ക് ചില യൂട്യൂബ് കമന്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. കൃഷ്ണ ഷിജു മേലെടുത്ത് പറയുന്നു, നമസ്കാരം കിരൺ, സുഖമാണോ? നമസ്കാരം. അൻവറിന്റെ മത്സരം അൻവറിനോട് തന്നെ എന്ന് ജയകുമാർ പറയുന്നു. അത് ശരിയാണെന്ന് തോന്നുന്നു. അൻവറിന്റെ മത്സരം അൻവറിനോട് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അരുന്ധതി കോലപ്പുറമ്പത്ത്, ഹേ കിരൺ നമസ്കാരം. ഷിജു മേലെടുത്ത് അൻവർ ഈസ് ഇൻ തൃശങ്കു സ്വർഗം എന്ന് പറയുന്നു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് ഷിജു മേലെടുത്ത് പറയുന്നു. ഷിജു മേലെടുത്ത് തന്നെ പറയുന്നു, പട പേടിച്ചു പന്തളത്തി എന്നപ്പോൾ പന്തം കൊളുത്തി പടയെന്ന്. അതോടൊപ്പം നിലമ്പൂരിൽ സ്വരാജ് ജയിച്ചു കഴിഞ്ഞു, അൻവറിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല, UDFനെ തോൽപ്പിക്കാനാണ് എന്ന് ഷാജി കണിയാമ്പറമ്പിൽ ആണ് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. മറ്റൊരു അഭിപ്രായം കൂടി പറയുന്നത് ദിലീപ് കുമാർ പറയുന്നു, നിങ്ങൾ ഒരാഴ്ച കൊണ്ട് ഇത് തന്നെ ജനങ്ങൾക്ക് ഇതിലൊരു താല്പര്യമില്ല, 23-ാം തീയതി വരെ കാക്കൂ എന്ന് പറയുന്നു. ശ്രീ ദിലീപ് കുമാർ, ശരിയാണ്, പലതവണ അൻവറിൻ്റെ വിഷയം എടുക്കേണ്ടി വന്നു, ഞങ്ങൾക്കും അത് മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ഓരോ ദിവസവും ഇങ്ങനെ ഒരാൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടക്കുകയാണ്. നിലമ്പൂരിനെ സംബന്ധിച്ച് അൻവറിനൊരു പ്രാധാന്യമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അൻവറിനോട് ഏതെങ്കിലും തരത്തിൽ താല്പര്യമൊന്നും ഉള്ളതുകൊണ്ടല്ല. കുറച്ച് ദിവസമായി അൻവർ ചർച്ച, MLA സ്ഥാനം രാജിവെച്ച് അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു, നമ്മുടെ നികുതി പണം കൊള്ളയടിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം, ചർച്ച തീർന്നിട്ട് പൊതുവേദി കാണാം എന്ന് സുൽകുമാർ പറയുന്നു. ഇത് പിണറായി അൻവർ നാടകമാണോ എന്ന് സംശയിക്കണം, പിണറായി അവസാനിപ്പിക്കാൻ വന്നിട്ട് സതീഷിനെ ആക്ഷേപം പറയുന്നുവെന്ന് ബിജോ പറയുന്നു. പിണറായി സർക്കാർ അടിപൊളിയാണ്, വികസനം ഒരുപാടുണ്ടെന്ന് സഫമർവ പറയുന്നു. എന്തായാലും അങ്ങനെ കുറച്ച് അഭിപ്രായങ്ങൾ കൂടി എന്തായാലും വന്നിട്ടുണ്ട്. ശ്രീമതി ജയാണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ആദ്യം പറഞ്ഞു പിണറായിത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്, ഇപ്പോൾ VD സതീശനെതിരെയാണ് തിരിച്ചിരിക്കുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വഴിക്ക് അൻവർ പിണറായിയെ തോൽപ്പിക്കാനും മറുവഴിക്ക് VD സതീശനെ തോൽപ്പിക്കാനും കൂടി മത്സരിക്കുമ്പോൾ എന്താ അവസ്ഥ? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. അൻവറിന്റെ മത്സരം അൻവറിനോട് തന്നെയാണ്. ആദ്യം പിണറായിക്കെതിരെ വന്ന് പിണറായി അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് രാജിയും വെച്ച് വന്നേച്ച് ഇപ്പം സതീശന്റെ മെക്കിട്ട് കയറിയ നാട്ടുകാർക്ക് അതൊക്കെ മനസ്സിലാകത്തില്ലേ കിരണേ? പിന്നെ തന്നെയല്ല, പുള്ളിയുടെ അസത്യമായ കാര്യങ്ങളൊന്നും പുള്ളി പറയുന്നില്ല, മറ്റവരുടെ കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന് മുന്നേ ഒരു കോളർ പറഞ്ഞ് സൗത്ത് ആഫ്രിക്കയിൽ എന്തിനാണ് അദ്ദേഹം പോയത്, ഈ അസംബ്ലി നടക്കുന്ന സമയത്തൊന്നും അദ്ദേഹം അവിടെ അറ്റൻഡൻസ് ഇല്ലായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് അന്വേഷിക്കണ്ടേ എല്ലാവരും?
അപ്പൊ അയാൾ മത്സരിക്കുന്ന അയാളോട് തന്നെയാണ് ഇത്. അയാൾക്ക് പാരയായിട്ട് വരാൻ തന്നെയാണ് കിരണേ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പൊത്തം കൂടുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരേ സമയം പിണറായി വിജയനെയും ഇ ഡി സതീശനെയും മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരം, എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഈ അവസരത്തിൽ പിന്നെ അദ്ദേഹം പിന്നെ എന്ത് ചെയ്യണം ഒന്ന് പറഞ്ഞേ. ഈ അവസരത്തിൽ പുള്ളിക്കാരൻ എന്ത് ചെയ്യണം? പിന്നെ പിടിച്ചതും പോയി, ഇരുന്നതും പോയി, എല്ലാം പോയി. അദ്ദേഹം പിന്നെ എടുത്തു ചാടി വന്നതില്ല അല്ലേ? ഇല്ല, തൊട്ടതെല്ലാം പിന്നെ മണ്ടത്തരങ്ങളായി പോയി. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും മണ്ടത്തരമാണ്. പിന്നെ ഇദ്ദേഹം കൂടെ രംഗത്ത് വന്നതോടുകൂടി നിങ്ങൾക്കും ഞങ്ങൾക്കും നല്ലൊരു മത്സരം കാണാനുള്ള ഒരു അവസരം ഉണ്ടായി. ഈ അടുത്ത കാലങ്ങളിൽ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിനേക്കാളും തീ പാറുന്ന ഒരു മത്സരം നമുക്ക് അവിടെ കാണാം. അതിന് ഒരു സംശയവും വേണ്ട. അവസാനം തുച്ഛമായ വോട്ടിനായാലും അൻവർ തന്നെ ജയിക്കും. താങ്കൾ എഴുതി വെച്ചോ, ഒരു സംശയമല്ല. അൻവർ തന്നെ ജയിക്കും, അതിലൊരു മാറ്റമല്ല. കാരണം എന്ന് പറഞ്ഞാൽ സ്ത്രീ വോട്ടർമാരുടെ മനസ്സിൽ അദ്ദേഹം തീ കോരിയിട്ട് കഴിഞ്ഞ്, അതിൽ ഒരു സംശയവും വേണ്ട. അവിടുത്തെ സ്ത്രീ വോട്ടർമാരെന്ന് പറയുന്ന കഴിഞ്ഞ തവണ ഇടതുമുന്നണിയുടെ പിന്തുണ ഉണ്ടായിട്ട് പോലും അൻവർ ജയിച്ച ഭൂരിപക്ഷം അറിയാമല്ലോ. അതെ, 2700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മാത്രമാണ് ഇടതുമുന്നണിയുടെ പിന്തുണ ഉണ്ടായിട്ട് പോലും ജയിച്ചത്. അല്ല, ഇടതുമുന്നണിക്ക് എന്തുമാത്രം പിന്മല ഉണ്ടെന്നുള്ളതൊക്കെ അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നോക്കിയാൽ നമുക്കറിയാം. അൻവറിന് ഒരു വ്യക്തിത്വം ഉണ്ട് അവിടെ, ഇല്ലാന്ന് നിങ്ങൾ പറയണ്ട. അൻവർ ഇനിയിപ്പോ ഇതുവരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം മണ്ടത്തരാണെങ്കിലും അബദ്ധമാണെങ്കിലും ശരി തന്നെ, അൻവറിന് അവിടെ ഒരു വ്യക്തിത്വം ഉണ്ട്. അൻവറിനെ അംഗീകരിക്കുന്ന ആൾക്കാരുണ്ട്. ശരി, ഓക്കെ. എന്തായാലും ശ്രീ ഉണ്ണികൃഷ്ണൻ, നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം നമുക്ക് അൻവറിന് ഇനി എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പിൽ കൂടെ തന്നെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ശ്രീ അജയ്കുമാറാണ് ചങ്ങനാശ്ശേരിയിൽ. ശ്രീ അജയ്കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരേ സമയം മുഖ്യമന്ത്രിക്കെതിരെയാണ് മത്സരം എന്ന് പറയുന്നു, ഒരേ സമയം പ്രതിപക്ഷ നേതാവിനെതിരെയാണ് മത്സരം എന്ന് പറയുന്നു. ഇതിപ്പോൾ ആര് തോറ്റാലാവും അൻവറിന് തൻ്റെ ഒരു ജയം അവകാശപ്പെടാൻ കഴിയുക? അല്ല, ഇപ്പൊ ആര് തോക്കുന്നതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഇയാൾ എന്തിനാണ് രാജിവെച്ചതെന്ന് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അയാൾ രാജിവെക്കുന്ന സമയത്ത് അയാള് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ഈ സംസ്ഥാനത്തെ ഉപമേധാവി, പോലീസിന്റെ ഉപമേധാവിക്കെതിരെയും തൊടുത്തുവിട്ട ഗുരുതരമായ ആക്ഷേപങ്ങൾ ഇപ്പോഴും സമൂഹത്തിൽ നിൽപ്പുണ്ട്. അയാൾ അതിനെതിരെ രാജിവെച്ചതിന് ശേഷം കോടതിയിൽ പോയിട്ടുണ്ടോ? ഏതെങ്കിലും നിയമ സംവിധാനത്തെ അയാൾ പോയി പറഞ്ഞിട്ടുണ്ടോ? വേണ്ട, ഈ റെക്കോർഡ്സ് ഒക്കെ എൻ്റെ അയാളുടെ എപ്പോഴും രേഖകൾ ഉണ്ടാകുന്നില്ല, ഈ രേഖകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. വേണ്ട, പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ എന്തോ പടലപ്പിണക്കം, എന്തോ അയാളുടെ സ്വകാര്യ അജണ്ട വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെയും ഭരണത്തെയും വളരെയധികം നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടും തെറി പറഞ്ഞുകൊണ്ടും അയാൾ രാജിവെച്ചിട്ട് അയാൾ തന്നെ ഇനിയും മത്സരിക്കുകയാണ്. എന്തിന്? അയാൾ രാജിവെച്ചിട്ട് ഇനി അയാൾ എന്തിനു വേണ്ടി അയാൾ ഒരാളായിട്ട് കേരളം ഭരിക്കാൻ ഒക്കത്തില്ല. അപ്പൊ അയാൾ ഒരു മുന്നണിയുണ്ടോ? ഒരു 35-40-20 MLA എങ്കിലും കൂടെ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു മുന്നണിയായിട്ടുണ്ടോ? അതുമില്ല. ഇയാൾ എന്ത് തെമ്മാടിത്തരമായി കാണിക്കുന്നത്? 3 കോടി രൂപയോളം സർക്കാരിന്റെ ചെലവ് വരും എന്ന് വെച്ച് എന്റെയും കിരണിന്റെയും എല്ലാം ഉൾപ്പെട്ട പൈസ എടുത്താണ് ഇനി അവിടെ സർക്കാർ ചെലവാക്കേണ്ടത് ഇലക്ഷന് വേണ്ടി. ഇയാളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുമോ പണം? ശുദ്ധ തെമ്മാടിത്തരമല്ലേ കാണിച്ചു. ഇതിനെയൊക്കെയാണ് നമ്മൾ ഇലക്ഷൻ ജനാധിപത്യം എന്നൊക്കെ പറയുന്നത്. ഇതിന് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് നിലമ്പൂരെ ജനങ്ങളോട് പറയാനുള്ളത്, വോട്ട് ചോദിച്ചു വരും, വീട്ടിൽ പാത്രം കഴുകിയ വെള്ളം എടുത്ത് ഇയാളുടെ മുഖത്തൊഴിക്കണം. അതാണ് ഒരാൾ ഒരു രാഷ്ട്രീയ നിലപാടിന്റെ പേരിൽ എടുത്ത് രാജിവെച്ചു, അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു പരിധിക്കപ്പുറം വിമർശിക്കാം. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല. ഇതൊരു രാഷ്ട്രീയ നിലപാടാണെന്ന് അതിലൊരു 10 പേരെ ഒന്ന് ബോധ്യപ്പെടുത്തട്ടെ. എന്തായിരുന്നു നിലപാട്? ശ്രീ അജയ്കുമാർ, അത് ഞാൻ പറയല്ലോ, വിമർശിക്കാം. നമ്മൾ അങ്ങനെ മറ്റേ ഒരു വിമർശനം ഏതായാലും നമ്മളൊരു പറയാതിരിക്കലാണ് നല്ലത്. ഏതിനായാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് പറയുകയാണ്. കാരണം അയാൾ എന്താണ് പറഞ്ഞത്? ഒരുപക്ഷെ അജിത് കുമാറിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും പറഞ്ഞ പരാതിയുമായിട്ടാണ് ഏതെങ്കിലും ഒരു നിയമ സംവിധാനത്തിൽ പോയിട്ട് അയാളൊന്ന് ഫൈറ്റ് ചെയ്തോ? അതുപോലും ഇല്ലല്ലോ. ശരി, ശ്രീ അജയ്കുമാർ, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ വിജയനാണ് കൊല്ലത്തു നിന്നും. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? PV അൻവർ ആദ്യം പട നയിക്കാൻ തുടങ്ങിയപ്പോൾ പട നയിച്ചുകൊണ്ടിരുന്നത് പിണറായിക്കെതിരെയായിരുന്നു, ഇപ്പോൾ പട നയിച്ചുകൊണ്ടിരിക്കുന്നത് സതീശിനെതിരെയാണെന്ന് പറയുന്നു. ഒരേ സമയം രണ്ടുപേർക്ക് കൂടി എതിരെ നയിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അൻവർ. നമസ്തേ സാറേ. നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ. ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇവര് രണ്ടുപേരും മാറിയും തിരിഞ്ഞും ഭരിച്ചു. ഇടതുപക്ഷം കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ ഭരിച്ചത്. ഇടതുപക്ഷം ഇപ്പൊ ഈ 9 കൊല്ലത്തോളം അവരും ഭരിച്ചു. ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് മോഹൻ ജോർജ് ഇനി ഇത്തവണ മോഹൻ ജോർജ് ജയിക്കട്ടെ. അത് മോദിജിയുടെ മുദ്രാവാക്യം തന്നെ ഉണ്ടല്ലോ സാറേ, സബ്കാ സാത്ത് സബ്കാ വികാസ്. വിജയൻ, അവിടെ BJPക്ക് കഴിഞ്ഞ തവണ ആകെ കിട്ടിയ വോട്ട് 8000 ഇഷ്ട വോട്ടാണ്. അങ്ങനെ ഒരു സ്ഥലത്തൊക്കെ
ജയിക്കട്ടെ. ഒരു മത്സരം തന്നെ അവിടെ LDF UDF തമ്മിലാണ്. BJP അവിടെ ഒരു പ്രസക്തമായ ഘടകം പോലുമല്ല. ഒരു വേർതിരിവുകളല്ലേ കേരളത്തിലായാലും ഇന്ത്യയിലായാലും മോദിയുടെ ഭരണത്തിൽ നിങ്ങൾ അങ്ങോട്ട് മാറിയില്ല, നിങ്ങൾ കുറച്ച് പേര് മാറിയില്ല, CPM-കാർ മാറിയില്ല, CHU-കാർ മാറിയില്ല. അങ്ങനെ ഒരു പരിപാടിയില്ലല്ലോ. ഞങ്ങള് മോദിജി ഇവിടെ ഈ അങ്ങനെയൊന്നുമല്ല ശ്രീ വിജയൻ. കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം ഒരുപാട് പിടിച്ചു വെച്ചൊരു കേന്ദ്ര സർക്കാരാണ്. അപ്പൊ അങ്ങനെ ആരോടും വിവേചനമില്ല എന്നൊന്നും പറയുന്നതിൽ വലിയ കണക്കുകൾ നോക്കുമ്പോൾ അങ്ങനെ വലിയ അർത്ഥമൊന്നുമില്ല. നിങ്ങളുടെ ചർച്ചയിൽ കൂടെ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയതാണ് ഇതെല്ലാം. അതൊക്കെ അവിടെ ആ പാർലമെന്റിൽ ചെന്നൊന്ന് അവതരിപ്പിച്ചൊന്നും മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചില്ലല്ലോ സാറേ. അതൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ MP-മാർ എത്രയോ തവണ പാർലമെന്റിൽ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ളതാണ്, എത്രയോ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കേരളത്തിന്റെ കാര്യത്തിൽ വിവേചനം പലപ്പോഴും കേന്ദ്ര സർക്കാരിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ശ്രീ വിജയൻ. ശരി, ഓക്കെ. എന്തായാലും നിലമ്പൂരിനെ സംബന്ധിച്ച് പ്രധാന മത്സരത്തിൽ ഒരു ചിത്രത്തിലേക്കുള്ള പാർട്ടിയല്ല BJP. എന്തായാലും നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് പോകും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ അൻവർ മത്സരിക്കുന്നത് LDF-നെതിരാണോ UDF-നെതിരാണോ? ശ്രീ അനിയൻകുട്ടൻ കേൾക്കാമോ? പറഞ്ഞോ സാറേ. നിങ്ങൾക്ക് ആദ്യം ഒരു നമസ്കാരം. നമസ്കാരം. ഈ 5 ദിവസമായിട്ട് ഈ വട്ട് പിടിച്ച ഈ അംസന് പുറകെ പോകുന്നത് ഭയങ്കര വട്ട്. നിങ്ങൾ ഈ നാളെ ഒരു ദിവസം നിങ്ങൾക്ക് സമയം ഒരു അവധി എടുത്ത് ഇയാളെ ആശുപത്രി കൊണ്ടുവന്ന് ഒരു ഇഞ്ചക്ഷൻ, 2 ഇഞ്ചക്ഷൻ ആ 2 ചന്തിക്കും എടുത്ത് കുറേ ഗുളികയും മേടിച്ച് കൊടുത്ത് വേണം ഇയാളെ പറഞ്ഞത്. ഇയാൾ ആരോടെ കിടന്ന് ഈ പോരാടുന്നത്? ഇയാൾ ആരോടെ കിടന്ന് ഈ പോരാടുന്നത്? ആദ്യം ബിർണായിസ് എന്ന് പറയുന്നത്, പിന്നെ ഹിറ്റ്ലറിസം എന്ന് പറയുന്നത്, അവരെയൊക്കെ പൂടയ്ക്ക് വിലയുണ്ട്. ഇയാൾ കള്ളക്കടത്തുകാരനെ എല്ലാം കൊണ്ടുവന്ന് ഇയാളുടെ കാര്യം പറഞ്ഞാൽ അവിടെ ചാടി ഇവിടോട്ട് വന്നേച്ച് UDF-ന്റെ ഒരു അംഗമല്ലാത്തവൻ ഇവിടെ കിടന്ന് കാണുന്നത്. ആ UDF-കാരുണ്ട് അല്ലെ വേറെ വല്ലതാണ് ഇവനെ അടിച്ച് ശരിയാക്കിയാണ്, കയറൊക്കെ ഇട്ട് തൂക്കിയാണ് അവനെ. ഇവരെന്താ കടത്ത് കാണിക്കുന്നത്? അവരൊരു കൂടെ സതീശന്റെ പിണറായിയുടെ ഒക്കെ ഒരു കൂടയ്ക്ക് വിലയില്ലാത്തതാണ്. അവൻ കള്ളക്കടത്തിനൊക്കെ അവന്റെ കൂട്ട് നിൽക്കണമെങ്കിൽ അവനെവിടെ എന്തെങ്കിലും ഉണ്ടാക്കി ഇവനൊക്കെ UDF-കാർ ഒഴുകുന്നതുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവനെ കയറി അപ്പുറമല്ലേ. അതുകൊണ്ട് ഇവന്റെ കാര്യം വിട്ടാണ്. നിങ്ങൾ 5 ദിവസമായിട്ട് ഇവന്റെ കാര്യം എടുക്കുന്നതന്നെ ഞങ്ങൾ തന്നെയാണ് മുഷിലായി പോയി. ഇങ്ങനെയുള്ള ഒരു കേസ് കെട്ട് എടുക്കരുത്. ജനങ്ങളുടെ കാര്യം പറയുന്നത് അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ തങ്കച്ചനാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇടതുമുന്നണിയോട് പിണങ്ങി പിരിഞ്ഞ് പുറത്തു വന്ന് പിണറായിക്കെതിരെ വൻ പോരാട്ടം നയിക്കും, പിണറായിനെ അവസാനിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ ആളിപ്പോൾ പിണറായിക്കെതിരെയാണ് മത്സരിക്കുന്നത്, VD സതീശനെതിരെയാണ് മത്സരിക്കുന്നത് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് ചെന്ന് നിൽക്കുകയാണ്. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? എന്റെ സാറേ, ഇത് പുള്ളിക്ക് മാനസികമായി എന്തോ ഒരു മാനസിക വിഭ്രാന്തിയിലാണ് പുള്ളി. കാരണം എന്താണെന്ന് വെച്ചാല് VD സതീശനും കോൺഗ്രസ്സുകാരും ഇയാള് LDF ഇന്ന് രാജിവെച്ച് പോന്നു കഴിഞ്ഞപ്പോ, ഹലോ കേൾക്കാം, പറഞ്ഞോളൂ, ധൈര്യമായി പറഞ്ഞോളൂ. LDF ഇന്ന് രാജിവെച്ച് പോന്നപ്പോ ഇവരോർത്ത് പിണറായി വിജയനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടിക്കാനുള്ള വടിയാണ് അൻവർ എന്നും പറഞ്ഞ് അൻവറിനെ എടുത്ത് മടി വെച്ച്. ഇപ്പൊ അൻവറിനെ തള്ളാനും മേല കൊള്ളാനും മേലാത്ത കണ്ടീഷനായി. അൻവറിനെ കാണാൻ തലേ മുണ്ടിട്ടുണ്ട് UDF-ന്റെ നേതാക്കന്മാരും, അൻവറിന്റെ ആൾക്കാര് തലേ മുണ്ടിട്ടുണ്ട് ലീഗിന്റെ വീട്ടിൽ കയറി ഇറങ്ങി നടക്കാണ്. അൻവർ സാറെ എഴുതി വെച്ചു 5-ാം തീയതിക്കുള്ളിൽ 5-ാം തീയതി അൻവർ പത്രിക പിൻവലിക്കും, UDF-ൽ അൻവർ അംഗത്വം എടുക്കും. സാറ് എഴുതി വെച്ചു. ലീഗുകാർക്ക് 10 അടുത്ത ഒരു ടേണ് കൂടി പിണറായി വിജയൻ ഇടതുപക്ഷം ഭരിക്കണമെങ്കിൽ ലീഗിന് സഹിക്കത്തില്ലെന്ന്. പഞ്ചവടിപ്പാലം പണിത് കോടികൾ തട്ടാനൊന്നും ലീഗിന് പറ്റാത്ത ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് അവര് അൻവറിന്റെ കാല് പിടിച്ച് UDF-ൽ അൻവറിനെ കയറ്റും അവര്. അതുകൊണ്ടാണ് ഇപ്പം അമിത് മാഷ് പറഞ്ഞത്. എഴുതി വെച്ചു. ശരി, എന്തായാലും നമുക്ക് നോക്കാം, വരുന്ന ദിവസങ്ങളിലൊക്കെ കാണാം. അൻവറിന്റെ രാഷ്ട്രീയമായിട്ട് ലോകത്താർക്കും പ്രവചിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ശ്രീ ശിവകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ശിവകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ PV അൻവർ ദിവസം രാഷ്ട്രീയ എതിരാളികളെ, തന്റെ ശത്രുക്കളെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പിണറായി വിജയനാണോ പ്രധാന ശത്രു, VD സതീശനാണോ പ്രധാന ശത്രു എന്ന് ചോദിച്ചാൽ രണ്ടുപേരിൽ ആരാണെന്നും പറയാവുന്ന ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? സാറേ, അയാൾ മത്സരിക്കുന്നതേ തൃണമൂൽ കോൺഗ്രസിലാണല്ലോ. അതെ. ബംഗാൾ മുഖ്യമന്ത്രി ഇവിടെ പ്രചരണത്തിന് വന്നു കഴിഞ്ഞാൽ കേരളത്തിന് ഒരു ഗുണം ചെയ്യുമോ? എന്റെ അഭിപ്രായം, രാഷ്ട്രീയ അഭിപ്രായം അതാണ്. ഗുണം ചെയ്യുമെന്നോ ഗുണം ചെയ്യില്ലെന്നോ? ഗുണം ചെയ്യുന്ന മുഖ്യമന്ത്രി, ബംഗാൾ മുഖ്യമന്ത്രി കേരളത്തിൽ വരുന്നതേ
എനിക്കറിയില്ല, അൻവറാണ് പറഞ്ഞത് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രചരണത്തിന് വേണ്ടി എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ. പക്ഷേ മമതാ ബാനർജി ബംഗാളിൽ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലും മമതാ ബാനർജി പ്രചരണത്തിന് പോയതായി ഇതുവരെ അറിവില്ല. മമതാ ബാനർജിയുടെ ഒരു രീതി തന്നെ ഉപതെരഞ്ഞെടുപ്പുകളുടെ പ്രചരണത്തിന് വേണ്ടി മമതാ ബാനർജി പോകേണ്ടതില്ല, മറ്റ് നേതാക്കളൊക്കെ പ്രാദേശിക നേതാക്കൾ നോക്കിയാൽ മതിയെന്നാണ്. ഇനി കേരളത്തിലായതുകൊണ്ട് ഇനി മാറ്റം വരുമെന്ന് അറിയില്ല. എന്തായാലും അങ്ങനെ രീതി അവർക്ക് ഇതുവരെ ഇല്ല. ഇനി അവരങ്ങനെ പറഞ്ഞോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂടെ കേരളത്തിൽ ഉദയം ചെയ്യാമല്ലോ. ശരി ശ്രീ ശിവകുമാർ, എന്തായാലും നമുക്കറിയില്ല. PV അൻവറാണ് പറഞ്ഞത് മമതാ ബാനർജി വരും എന്നൊക്കെ. പക്ഷേ മമതാ ബാനർജിയുടെ ഒരു പൊതു രീതി അനുസരിച്ച് ബംഗാളിൽ അതിനിർണായകമായ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നിട്ടുണ്ട്, അതും വലിയ വിവാദങ്ങളുടെ നടുവിലൊക്കെ. പക്ഷേ അപ്പോൾ പോലും മമതാ ബാനർജി ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജി അങ്ങനെ പോകുന്ന ഒരു പതിവ് അവർക്കില്ല. ഇനി അത് കേരളത്തിൽ വരുമ്പോൾ മാറുമോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, യഥാർത്ഥത്തിൽ ഈ PV അൻവറിൻ്റെ പോരാട്ടം ആർക്കു നേരെയാണ്? അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം, അതിന്റെ പോർക്കളം ഒരുങ്ങിയിരിക്കുകയാണ് നിലമ്പൂരിൽ. അവിടെ UDFും LDFും തമ്മിലാണ് പോരാട്ടം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഭരണവിരുദ്ധ വികാരം അവിടെ പ്രതിഫലിക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഞാൻ നോക്കിക്കാണുന്നത്. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം PV അൻവറും പിണറായിസത്തെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കുന്നതും അദ്ദേഹത്തിന്റെ അരുതായ്മകൾക്കെതിരെയാണ് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരുന്നത്. സത്യത്തിൽ അത് വേണ്ട വിധത്തിൽ മുതലെടുക്കാൻ UDF തയ്യാറായില്ല എന്നതൊരു വസ്തുതയാണ്. ഞാനൊരു UDF പ്രവർത്തകനായതുകൊണ്ട് തന്നെ പറയുക, അദ്ദേഹത്തെ കൂടി ചേർത്തുകൊണ്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചതെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം UDFന് ലഭിക്കുമായിരുന്നു എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. എന്നിരുന്നാലും നല്ലൊരു ഭൂരിപക്ഷത്തിന് ഷൗക്കത്ത് ജയിച്ചു വരും എന്ന് തന്നെയാണ് കരുതുന്നത്. അവിടെ നല്ല ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെ നടക്കും. രണ്ട് മുന്നണികളും ജയിക്കാൻ വേണ്ടി കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത് വളരെയേറെ ഒരുപാട് സംഗതികൾ ഈ ഒരു വിജയത്തിലൂടെ വ്യക്തമാണ്. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ പിണറായിയോട് കലഹിച്ച് പിണറായിയെ താഴെ ഇറക്കുമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയ ഒരാളാണ് ഇപ്പോൾ പിണറായിയെ താഴെ ഇറക്കണോ അതോ VD സതീശനെ താഴെ ഇറക്കണോ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് PV അൻവർ? സാർ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് കണ്ടകശനിയാണ്. ആ കണ്ടകശനി കാരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പൈസ ഉൾപ്പെടെ ഏകദേശം എന്താണെന്ന് വെച്ചാൽ ഒരു 10 കോടി രൂപ അയാൾ ഇവിടെ തകർക്കാൻ പോവുകയാണ്. ബാലറ്റ് പേപ്പറിൽ പേര് വരുന്ന എല്ലാവരും പൈസ ചെലവാക്കിയല്ലേ പറ്റുള്ളൂ. ഒരു ഉത്സവമായിട്ട് മാറ്റാൻ പോവല്ലേ. ഏതായാലും ഒരു 10 കോടി രൂപ, അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു 1/3 പൈസ മാത്രമേ സർക്കാരിന്റെ ചെലവ് വരുള്ളൂ. ബാക്കിയെല്ലാം ജനങ്ങൾ തന്നെയാണ്. ജനങ്ങളുടെ നികുതി പൈസയും അവരധ്വാനിക്കുന്ന പൈസയും കച്ചവടക്കാരുടെ പൈസ ഇലക്ഷൻ ഫണ്ടിലേക്ക് പിരിക്കുന്നതും സാർ ഇതിനൊരു അവസരം ഉണ്ടാക്കിയത് അയാളുടെ കണ്ടകശനി തന്നെയാണ്. ശരി, ശ്രീ ചന്ദ്രൻ നായരാണ് പ്രതികരിച്ചത്. ശ്രീ തോമസ് ആണ്. ശ്രീ തോമസ് ആലപ്പുഴയിൽ നിന്നാണ്. ശ്രീ തോമസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ PV അൻവറിന്റെ പോരാട്ടം യഥാർത്ഥത്തിൽ ആർക്കെതിരെയാണ്? എന്റെ സാറ്, ഞാൻ ദിവസവും TV കാണുന്ന ആളായോണ്ട് ഈ മാധ്യമങ്ങളും നമ്മുടെ ചാനലുകാരും എല്ലാവരും ഈ അൻവറിന്റെ പുറകെ എന്തിനാണ് സാറേ ഇങ്ങനെ നടക്കുന്നത്? ഈ VS അച്യുതാനന്ദനാണോ അദ്ദേഹം, അതോ പിണറായി വിജയനാണോ? ആരാണ് ഈ അൻവർ? ഇത്രയും വലിയ ആൾ ഈ കേരളത്തിൽ ഒരാളുണ്ടോ? ഇത്രയും ഒരു വൃത്തികെട്ട വ്യക്തിയല്ലേ സാറേ അദ്ദേഹം? എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നു? ഞാനൊരു CPM പ്രവർത്തകനാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ ഇവിടുത്തെ VD സതീശനെ അഭിനന്ദിക്കണം. അയാൾ ഒരു നട്ടലോട് കാണിച്ചല്ലോ അയാൾ സപ്പോർട്ട് വേണ്ടെന്ന് പറഞ്ഞു. അത് കോൺഗ്രസ് ജയിച്ചാലും തോറ്റാലും ഇങ്ങനെയുള്ള ആൾക്കാരെ എടുക്കാത്തതാണ് ഏത് പാർട്ടിക്കാർക്കും നല്ലത്. സാർ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശരി, മനസ്സിലാവുന്നുണ്ട്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ തോമസ്. ശ്രീ വർഗീസ് ആണ് പെരുമ്പാവൂരിൽ നിന്ന്. ശ്രീ വർഗീസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ PV അൻവറിന്റെ പോരാട്ടം ഇപ്പോൾ ആർക്കെതിരെയാണ്? അല്ല, എനിക്ക് പറയാനുള്ളത്, ഈ അൻവർ എന്ന് പറഞ്ഞ ആള് ഒരു സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി UDF കയറിക്കൂടി അടുത്ത പ്രാവശ്യം ഒരു മന്ത്രിയാകുക എന്നുള്ളത് പുള്ളിയുടെ വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം സാധിക്കാതെ വന്നു കഴിഞ്ഞതാണ് ഇപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു കാരണം. 10,000 രൂപ പോലും എടുക്കാനില്ല എന്ന് പറയുന്ന അൻവർ ഇടതുപക്ഷത്തെ പറ്റി പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് വ്യക്തമായി തെളിഞ്ഞു. കാരണം കോടിക്കണക്കിന് ആസ്തിയുള്ള ആൾക്കാരിൽ 10,000 രൂപ പറഞ്ഞ ആരെങ്കിലും അമ്പൂറുള്ളവർ വിശ്വസിക്കോ? ഇല്ല. മറ്റൊന്ന് പറയാനുള്ളത്, ശക്തനായൊരു സ്ഥാനാർത്ഥി M സ്വരാജ് അവിടെ ഉണ്ട്.
പിന്നെ വേറെ ഒന്നും ഇടതുപക്ഷത്തിന് ചിന്തിക്കുകയേ വേണ്ട, വിജയം ഉറപ്പ്. പിന്നെ മറ്റുള്ള സ്ഥാനാർത്ഥികളെ വെച്ച് നോക്കുമ്പോൾ ഭരണകക്ഷിയുടെ ഒരു MLA കയറി പോയി കഴിഞ്ഞാൽ അടുത്ത 10 മാസക്കാലം എന്തെങ്കിലും അവിടെ ചെയ്യുമെന്ന് അവിടുത്തെ ജനങ്ങൾ ചിന്തിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരി ശ്രീ വർഗീസ്, താങ്കളുടെ അഭിപ്രായം അങ്ങനെ, താങ്കൾ ഇടതുപക്ഷം ജയിക്കുമെന്ന് പറയുന്നു. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ അടിക്കടി നിലപാട് മാറിക്കൊണ്ടിരിക്കുകയാണോ ഈ PV അൻവറിന്റെ? ഹലോ, ഞാൻ പഴയൊരു മുഖ്യമന്ത്രിയാ, കല്യാശ്ശേരിക്കാരൻ. കിരണല്ലേ ഓ നമ്മുടെ കക്ഷിയാ. ഈ രക്തത്തിനിടയ്ക്ക് നമ്മുടെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ മുമ്പ് ചെയ്തിരുന്നാണ് ഈ കേസ് സാറ്. അയ്യോ, ഞാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. അടുത്തിരുന്ന് ഞാൻ പ്രസംഗം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഞാൻ പിന്നെ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. പിന്നെ സംശയമില്ല കാര്യം. പിന്നെ ഇനി അൻവറിന്റെ കാര്യത്തിൽ വരാം. അതായത് ഈ ഇപ്പൊ അദ്ദേഹം മത്സരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് എതിരായിട്ടാണ് ശരിക്കും. ഈ 9 കൊല്ലം നിന്നിട്ട് ഈ LDF വോട്ടും വാങ്ങി ജയിച്ചിട്ട് അവര് അവിടുന്ന് വഞ്ചിച്ചിറങ്ങി വന്നതല്ലേ. എന്നാൽ ഇയാൾ ഈ 9 കൊല്ലത്തെ കാശും ബാക്കി വാങ്ങിയ ആനുകൂല്യങ്ങളും തിരിച്ചു കൊടുക്കണം. അതാണ് വേണ്ടത്, മാന്യൻ. പിന്നെ വേറൊരു കാര്യം, പിണറായിസം ഹിറ്റ്ലറിസം എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അൻവറിസം നടപ്പാക്കുകയാണ്. ഇപ്പൊ എന്താ ഫ്രെയിമിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുക. ഇപ്പൊ ഉദയനാണ് താരം എന്ന് പറഞ്ഞാൽ അൻവറാണ് താരം എന്ന് പറഞ്ഞു നിൽക്കുക. പിന്നെ അവിടെ ഇരട്ടച്ചങ്ങനാണെങ്കിൽ ഇവിടെ ഇരട്ട ജിഹ്വനാണ്. എന്തൊക്കെ വൃത്തികേടാ പറയുന്നത്. അപ്പൊ നമ്മുടെ സ്വരാജോ അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തോ ഒരു അനാവശ്യം പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. അത് കാര്യങ്ങൾ മാത്രമേ അവർ പറയുന്നത്. ഈ അൻവറിനെ വരെ ഒന്നും പറഞ്ഞിട്ടില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ PV അൻവർ അവസാനം ആർക്കെതിരെ എന്നുള്ള ഒരു ലക്ഷ്യം പോലും, സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിലൊക്കെ അങ്ങനെയാണ്, ഒരു മുന്നണിയെ ഇങ്ങനെയൊക്കെ പിണങ്ങി വരുന്ന ഒരാൾ ഏതെങ്കിലും ഒരു മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് നിൽക്കുക. പക്ഷേ ഇതിപ്പോൾ എങ്ങോട്ടാണ് പുള്ളി അമ്പ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലാണോ? ഒന്നുമില്ല. ഈ സലീംകുമാർ പറഞ്ഞ പോലെ ഇത് പറഞ്ഞ് ചിരിക്കാൻ ആരും ഒരിടത്തില്ലല്ലോ എന്ന് പറയുന്നത്. ചിരിക്കണ ഈ മനുഷ്യന്റെ അവസ്ഥ. ഈ ഷാജസ് കറിയും ബിനോബി ജോണും കൂടിയിട്ട് 50,000 ഉറുപ്പ് കൊടുത്തിട്ടാണ് പട്ടാമ്പി പോയിട്ട് ഒരു നമ്പൂരിന്റെ പണി ചെയ്ത്. അത് ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞാണ്. അവരെ പണിയായി കാണുന്നത്. ഇയാൾ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇത്രയും മാത്രം ഒരു മനുഷ്യൻ അതപ്പതിച്ചു പോയത് ഈ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ. ഇയാളുടെ കയ്യിൽ കുറച്ച് പൈസ കൂടി ഉണ്ട്. ഇയാളെ 64 കോടി രൂപത്തിന് ആസ്തി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടു അതിൻ്റെ പൈസ ഒന്നും ഇല്ലാതെ. പക്ഷെ പൈസ ഇയാൾക്കുണ്ട്. ആ പൈസ കൂടി ഇപ്പൊ തീർന്നു നോക്കി. ഇയാൾക്ക് എന്തോ മാനസികമായിട്ട് എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ഇയാളെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണ പറയില്ല എന്ന് അധികം പറയാൻ ചെയ്യാൻ പറ്റി. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്നാൽ നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗത്തിൽ മടങ്ങി വരാം. PV അൻവറിന്റെ മത്സരം ആരോടാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമുക്ക് ചില യൂട്യൂബ് കമന്റുകൾ കൂടി ഇതിനിടയിൽ നോക്കേണ്ടതുണ്ട്. ആർക്കാണ് നയനാർ സാറിനെ ഇഷ്ടമല്ലാത്തതെന്ന് ജയകുമാർ ചോദിക്കുന്നത് ശരിയാണ്. EK നയനാർ കേരളം കണ്ട ഒരു ജനകീയ മുഖ്യമന്ത്രിയായിരുന്നു. എതിരാളികൾക്ക് പോലും അദ്ദേഹത്തോട് വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുമ്പോഴും എതിരാളികൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ ശൈലി പ്രത്യേകമായ ഒരു സവിശേഷതയുള്ള ഒരു ശൈലിയായിരുന്നു. എല്ലാവരുമായും സൗഹൃദത്തിലും സ്നേഹത്തിലുമൊക്കെ പോവുക. എന്നാൽ വിമർശനങ്ങളൊക്കെ പറയുമ്പോൾ പോലും ഒരാളിന് അതൊരു മാനസികമായി പ്രയാസമുണ്ടാകാത്ത രീതിയിൽ പറയാനൊക്കെ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി കൂടിയായിരുന്നു EK നയനാർ. മറ്റു മുഖ്യമന്ത്രിമാരിൽ നിന്നെല്ലാം മറ്റു മുഖ്യമന്ത്രിമാർ മറ്റു പല മേഖലകളിലും മികച്ചു നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ ആർക്കും ഇഷ്ടം തോന്നുന്നൊരു രീതിയിലേക്കുള്ള ഒരു പ്രത്യേകത ഉണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ശ്രീ EK നയനാർ. M സ്വരാജ് രാഷ്ട്രീയത്തിലെ മെസ്സി, അറിവിൻ്റെ നിറകൂടം, എതിരാളികൾക്ക് പോലും അംഗീകരിക്കുന്ന വ്യക്തിത്വമെന്ന് ASPT പറയുന്നു. സർ, അൻവറിൻ്റെ മത്സരം ജനങ്ങളോടാണ്. അൻവറിൻ്റെ ബുദ്ധി ചെറിയ കുട്ടികൾക്ക് സമമായി എന്ന് പറയുന്നു. രാജേഷാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില അഭിപ്രായങ്ങൾ ഈ ഇംഗ്ലീഷിൽ ദയവ് ചെയ്ത് മംഗ്ലീഷിൽ അഭിപ്രായം എഴുതിയാൽ നമുക്ക് പലപ്പോഴും വായിക്കാൻ പ്രയാസമാണ്. അൻവറിൻ്റെ എല്ലാ തന്ത്രങ്ങളും പാളി, എന്നാൽ ആരെയും വെറുതെ വിടുന്നില്ല എന്നൊക്കെ പറയുന്നു. നമുക്ക് ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ ഈ അൻവർ മത്സരിക്കുന്നത് പിണറായിക്കെതിരെയാണോ അതോ VD സതീശനെതിരെയാണോ, LDFനെതിരെയാണോ, UDFനെതിരെയാണോ? സത്യത്തിൽ എനിക്കിപ്പോ തോന്നുന്നത് നമ്മൾ ഒരു മാസം മുമ്പ് പോലെ ഇത് ചർച്ച ചെയ്തിട്ടുണ്ടാവും. ഒരു മാസം മുമ്പ് ചർച്ച ചെയ്തോണ്ടിരുന്നപ്പോ എന്റെ കിരണ ഈ കോൺഗ്രസ്സുകാരുടെയൊക്കെ പറച്ചിൽ കിരണ ശ്രദ്ധിച്ചിട്ടുണ്ട്. അൻവർ വലിയ ആളാണ്, അൻവർ നല്ലവനാണ്, പിണറായി വിജയനെതിരെയും
റിയാസിനെതിരെയും പോലീസ് മേധാവിക്കെതിരെയൊക്കെ പത്രസമ്മേളനം ഡെയിലി വിളിച്ച് പറയുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് വിളിക്കുന്ന കോൺഗ്രസ്സുകാർ പോലും എന്ത് പൊക്കി പറഞ്ഞ് എന്ത് പൂഴ്ത്തി പറഞ്ഞ് ആ കോൺഗ്രസ്സുകാര് ഇന്നൊറ്റ ദിവസം കൊണ്ട് ഇന്നലെ ഇന്നും ആയിട്ട് തിരിഞ്ഞു പറയുന്നതിനകത്ത് ഭയങ്കര രസമാണ് കേൾക്കാൻ. നല്ല രസമുണ്ട് പറയുന്നത് കേൾക്കാൻ. കാരണം എന്താ വെച്ചാൽ ഓപ്പറേഷൻ മാങ്കൂട്ടം പൊളിഞ്ഞ് പാർലി ഷായെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിനകത്ത് വിളിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ പൊതുവേദി പോലും വിളിച്ചോണ്ടിരിക്കുന്ന കോൺഗ്രസ്സുകാർ ഇപ്പൊ എന്നാ അനാവശ്യ വർത്താനം ആ പുള്ളിയെ പോയിട്ട് പറഞ്ഞത്. നേരത്തെ ഇങ്ങനെയല്ല പറഞ്ഞ 2 ആഴ്ച മുമ്പൊക്കെ പറഞ്ഞ എന്നായിരുന്നു അൻവർ വലിയവനാണ്, അൻവർ പറയുന്നത് സത്യമാണ്, അൻവറാണ് ശരി എന്ന് പറഞ്ഞ കോൺഗ്രസ്സുകാർ പോലും ഇപ്പൊ പൊടിഞ്ഞ് പാളിച്ചായി എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ തിരിച്ചു പറയണം. ഇതിപ്പോ എന്താന്ന് വെച്ചാല് അൻവർ മത്സരിക്കേണ്ട സാറേ, 2 കൂട്ടരും മത്സരിക്കരുത്. ഈ 2 കൂട്ടരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് BJP-ക്കാർക്ക് ഒരു നരേന്ദ്രമോദിക്ക് കുറച്ച് ചെറിയ കിട്ടത്തുള്ളൂ. ബാക്കി ഇത് 2 പേർക്കും പ്രതീക്ഷ വല്ലതും ഉണ്ടോ? നിങ്ങൾ ആ കഴിഞ്ഞ പ്രാവശ്യം 8000 ഇഷ്ടം വോട്ടാണ് ആ കിട്ടിയത്. BDJS മത്സരിച്ചപ്പോ കിട്ടിയ വോട്ട് പോലും കിട്ടിയില്ല. ഞങ്ങൾക്ക് ഒരു 10,000 വോട്ട് കിട്ടും, അത് ഉറപ്പാ. 10,000 വോട്ട് കിട്ടാമെന്നുള്ള പ്രതീക്ഷ. എന്തായാലും 10,000 വോട്ട് കൊണ്ട് അവിടെ പ്രത്യേകിച്ച് കഥയൊന്നും ഉണ്ടെന്ന് തോന്നില്ല. അല്ല, കഥയൊന്നും ഇല്ലല്ലോ, നിൽക്കാതിരിക്കും നോക്കില്ല. ഇന്നലെ ദേശീയ പാർട്ടിയിൽ നിന്നിലെ നാണക്കേടാ. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞു. ശരിയാണ്, നിന്നിലെ നാണക്കേടാണെന്ന് പറഞ്ഞു. എന്തായാലും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ നിൽക്കണ്ട എന്ന് താങ്കൾ പറഞ്ഞില്ല. അതൊരു കാര്യം, നല്ല കാര്യം. അല്ല ഞാൻ സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ പറഞ്ഞ തോറ്റാലും ജയിച്ചാലും നിൽക്കണം. എത്രയോ പ്രധാനപ്പെട്ട രാഷ്ട്രീയത്തിൽ തോറ്റാലും ജയിച്ചാലും മത്സരിക്കുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. നേരെ തോറ്റാണ് ഇപ്പൊ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്. എത്രയോ തോറ്റ് കിടന്നത്. ഇവര് രണ്ടുപേരും ഉള്ളതുകൊണ്ട് കുറച്ച് ചെറി ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും. അങ്ങനെ ശരി, ഓക്കെ. എന്തായാലും നിങ്ങൾ അങ്ങനെ ഒരു മത്സരം അവിടെ നടക്കുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പിണറായിസിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച് പുറത്തു വന്നയാൾ ഇപ്പോൾ പിണറായിസിനെതിരെയും അതോടൊപ്പം തന്നെ VD സതീശനെതിരെ കൂടി മത്സരിക്കുന്നു. അപ്പൊ ഇതിൽ ആരാണ് മുഖ്യ ശത്രു അൻവറിനെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാസമാകുന്ന ഒരു അവസ്ഥയിലായി. ഈ അൻവർ കുന്തളിപ്പ് തുടങ്ങിയ ദിവസം മുതല് നിങ്ങൾ ചാനലുകാർ പുള്ളിയുടെ പുറകെ നടന്ന് പുള്ളി അങ്ങ് വലുതാക്കി. നിങ്ങൾ പിണറായി വിജയന്റെ ലൈവ് കൊടുക്കാത്ത ആൾക്കാർ 2-3 ദിവസമൊക്കെ ലൈവായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അൻവറിന്. അങ്ങനെ എല്ലാവരും കൂടി കൊണ്ടുവരുന്നത് വലുതാക്കിയത് ഞങ്ങളൊന്നും അല്ല കേട്ടോ. അൻവറിനെ കൊണ്ടുവരുന്ന കഴിഞ്ഞ 9 കൊല്ലം വലുതാക്കിയതും സൈബർ ഇടങ്ങളിൽ അദ്ദേഹത്തിനെ ഈ കടന്നൽ രാജയായിട്ടൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് സർവ്വസമയത്ത് BG ഒക്കെ ഇട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളാരും അല്ല, അതൊക്കെ വേറെ ആളുകളാണ്. പറയട്ടെ അതിനുശേഷം എന്താ സംഭവിച്ചത്? അൻവർ നിങ്ങൾ എത്ര വലുതാക്കിയോ അതിനേക്കാൾ വലുതാണ് അൻവർ എന്ന് സ്വയം വിചാരിച്ചു. അതാ പറഞ്ഞത്, ഞങ്ങളല്ല വലുതാക്കിയത്. വലുതാക്കിയ ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കല്ല, വലുതാക്കിയ ഉത്തരവാദിത്തം ഉള്ളത് വേറെ പാർട്ടിക്കാണ്. ഈ അൻവർ വിഷയം ആദ്യം നമ്മുടെ ചാനലിൽ ചർച്ച വരുന്ന സമയത്ത് അന്നും ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു, ചാനലുകൾക്കുള്ള ഉത്തരവാദിത്തം മറക്കാൻ പറ്റത്തില്ല എന്ന്. അതോടെ നിൽക്കട്ടെ. ഇനിയത്തെ സംഭവം എന്താണ്? അൻവർ വിചാരിച്ചു അൻവറിനേക്കാൾ വലുത് ഒരു ഭൂലോക സാധനമാണെന്ന് വിചാരിച്ചു. എന്നിട്ട് എന്താ സംഭവം? ഏതെങ്കിലും ഒരാള് MLA സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞാൽ മറുവശം ചെന്ന് കഴിഞ്ഞാല് അയാളെയല്ലേ സ്ഥാനാർത്ഥിയാകേണ്ടത്? കാരണം UDF-കാരിൽ അയാളെ പ്രേരിപ്പിച്ചു, പച്ചക്കൊടി കാണിച്ചു, പ്ലാവല കാണിച്ച് ആടിനെ കൊണ്ടുപോകുന്ന പോലെ പച്ചക്കൊടി കാണിച്ച് അയാളെ പുറത്ത് അടിച്ചു. ചാടിക്കഴിഞ്ഞപ്പോൾ അയാളെ വഴിയിൽ ഉപേക്ഷിക്കുന്ന സംഭവം. അതെന്തൊരു ചതിവാണ്. ഈ നിലമ്പൂര് നടക്കുന്നത് ചതിയന്മാരുടെ ഒരു ഘോഷയാത്രയാണ് നടക്കുന്നത്. അൻവർ എന്തെല്ലാം പറഞ്ഞു. UDF പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ, അൻവർ പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. UDF പറഞ്ഞിട്ടാണ് രാജിവെച്ചതെന്നൊന്നും അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചതെന്നൊന്നും അൻവർ തന്നെ പറഞ്ഞിട്ടില്ല. അൻവറിന്റെ ഇഷ്ടത്തിന് കലഹിച്ചു വന്നു, രാജിവെച്ചു. അൻവർ സ്വയം ധരിച്ചു അൻവർ വലിയ ആളാണ്, താങ്കൾ പറഞ്ഞതുപോലെ വലിയ ആളാണെന്ന് ധരിച്ചു. അത് അവസാനം UDF-കാര് വേണ്ട എന്ന് തീരുമാനിച്ചു. അതല്ലേ സംഭവം. ഒന്നും കാണാതെ അൻവർ ചാടുമെന്ന് വിചാരിക്കാൻ പറ്റുമോ? എന്തോ കണ്ടിട്ടാ ചാടിയത്. ആ ചാട്ടം ശരിയായില്ല, അതല്ലേ സംഭവിച്ചത്. അതുകൊണ്ട് ഇനിയും സംഭവിക്കാൻ പോകുന്നത് എന്താണ്? സ്വരാജിനൊരു ഈസി വാക്കോറാണ് കിട്ടാൻ പോകുന്നത്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഏതായാലും അതിന് എല്ലാവരും അൻവറിനോട് നന്ദി പറയുക, അത്രേ ഉള്ളൂ. ശരി, അൻവറിന്റെ വോട്ട് ആര് പിടിക്കും എന്നൊക്കെ ഉള്ളത് എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പിൽ കാണേണ്ടതാണ്. അടുത്തത് ബിനോയ് ആണ് കൊല്ലത്തുനിന്നും. ശ്രീ ബിനോയ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ആദ്യം പിണറായിസിനെതിരെ പോരാട്ടം നയിക്കും എന്നൊക്കെ പറഞ്ഞ PV അൻവർ ഇപ്പോൾ ഒടുവിൽ പറയുന്നത് VD സതീശന്റെ ദുഷ്ടബുദ്ധിയാണ് ഇതിനുള്ള കാരണം, VD സതീശന്റെ നേതൃത്വത്തിൽ പിണറായിത്തെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. ഒരേപോലെ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും എതിരായ പോരാട്ടം താങ്കൾ എങ്ങനെ കാണുന്നു? നമസ്കാരം കിരൺ. ഇപ്പം കിരൺ തന്നെ നമ്മുടെ ബഹുമാന്യനായ AICC സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രസംഗം ഒരു 10 മിനിറ്റോളം കേൾപ്പിച്ചു. അപ്പൊ അതിനകത്ത് തന്നെ KC വേണുഗോപാൽ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ മത്സരം UDF-ഉം LDF-ഉമായിട്ടാണ്. അപ്പൊ അൻവറിന് ഇപ്പൊ പ്രസക്തിയില്ല. അൻവർ 9 വർഷത്തിന് മുമ്പ് കിരൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 9 വർഷം അവരുമായിട്ടിരുന്ന് അൻവറിനെ ഇത്ര വളർത്തി വലുതാക്കിയത് LDF തന്നെയാണ്, പിണറായി വിജയനും സഹപ്രവർത്തകരും. അൻവറിന്റെ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പോൾ അതിനകത്തുള്ള അഴിമതികൾ അൻവർ തുറന്നു പറഞ്ഞു പുറത്തേക്ക് വന്നു. മരമുറി വിഷയവും അവിടുത്തെ ADGP രാജിത് കുമാറിന്റെ വിഷയമൊക്കെ ആയിട്ട് പുറത്തോട്ട് വന്നു.
ചാനലുകാരല്ല അൻവറിനെ ഒരിക്കലും വലുതാക്കിയത്. അൻവറിനെ വലുതാക്കിയത് CPM-ഉം പ്രത്യേകിച്ച് പിണറായി വിജയന്റെ ഉള്ള ആളുകളും. അവിടുന്നുള്ള അവിടെയുള്ള പിടലപ്പിണക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ഈ പങ്കുവെക്കലിലുള്ള ഒരു പിടലപ്പിണക്കവുമായിട്ടാണ് അൻവർ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് അൻവറിന് സത്യത്തിലുള്ള ഒരു പ്രസക്തിയുമില്ല. ഇന്ന് രാവിലെ തന്നെ ബഹുമാന്യനായ UDF ചെയർമാൻ പറഞ്ഞായിരുന്നു, അൻവറിനെ ഒരു കാരണവശാലും ഈ ഡോറ് തുറന്നു കൊടുക്കുന്നതല്ല, അൻവറിന് ഈ പൂട്ടിക്കഴിഞ്ഞ് അൻവറിന് ഒരു സാധ്യതയുമില്ലെന്ന് പറഞ്ഞു. പക്ഷേ അൻവർ മര്യാദയ്ക്ക് നിന്നിരുന്നുവെങ്കിൽ സത്യത്തിൽ UDF ഇവിടെ ഒരു CPM സഹപ്രവർത്തകർ അൻവർ സത്യത്തിൽ മര്യാദയ്ക്ക് നിന്നിരുന്നുവെങ്കിൽ UDF-ന്റെ ഒരു ഘടകകക്ഷിയായി കൂട്ടിയാണ്. പക്ഷെ അൻവർ കാരണം സത്യത്തിൽ VS ജോയിയുടെ രാഷ്ട്രീയ ഭാവിയെ പോലും ബാധിച്ചിട്ടുണ്ട്. സത്യത്തിൽ VS ജോയി ആയിരുന്നു സ്ഥാനാർത്ഥി. എന്തോ കിരണ? ശരി ശ്രീ ബിനോയ്, നമ്മുടെ സമയം കൂടുതലാവുന്നതുകൊണ്ടാണ്. ശ്രീ കിഷോറാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ കിഷോർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? സാറേ, എനിക്ക് തോന്നുന്നത് ഇത് UDF-ഉം മുസ്ലിം ലീഗും അൻവറും തമ്മിലുള്ള ഒരു ഒത്തുകളിയായിട്ടാണ് എനിക്ക് ഈ അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തിലേക്കൊക്കെ വന്നിരിക്കുന്നത്. അൻവർ കൃത്യമായിട്ട് തന്നെ പിൻവലിക്കും, അല്ലെങ്കിൽ അൻവർ മത്സരിക്കുന്നത് കൊണ്ട് അൻവർ അവിടുത്തെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടും, ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത ആളാണെന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് ദുഷ്ടബുദ്ധിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അൻവർ മാറ്റി പറഞ്ഞാൽ തന്നെ ആരെങ്കിലും വിശ്വസിക്കുമോ? അതല്ല സാറേ ഞാൻ പറയുന്നത്. അൻവർ കഴിഞ്ഞ 9 കൊല്ലത്തോളം അവിടുത്തെ LDF-ന്റെ MLA ആയിരുന്നു. അതുകൊണ്ട് തന്നെ UDF-ന് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളെല്ലാം അവിടെ തന്നെ ഉണ്ട്. UDF-ന് അന്നും അൻവറിന് UDF-ന്റെ വോട്ടുകളൊന്നും അൻവറിന് കിട്ടിയിരുന്നില്ല. അൻവറിന് കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട് LDF-ലെ വോട്ടർമാരുടെ ഇടയ്ക്കാണ് കുറെ ബന്ധങ്ങളൊക്കെ സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ LDF-ന്റെ വോട്ടുകൾ അൻവറിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്കിൽ പിന്നെ അൻവറിലേക്ക് തിരിയാതെ ആ വോട്ടുകൾ തന്നെ നേരെ UDF അങ്ങ് ഒത്തുകളിയാണെങ്കിൽ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ UDF-ന് ആ വോട്ടുകൂടെ കിട്ടി ഉറപ്പായിട്ട് ജയിക്കാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ അൻവർ UDF അങ്ങ് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിൽ ഒത്തുകളിയാണെന്ന് താങ്കൾ പറഞ്ഞുകൊണ്ടാണ്, എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ ഒത്തുകളിയാണെങ്കിൽ അൻവറിന് ആ മുന്നണിയുമായിട്ട്, ഇപ്പോൾ ഏത് മുന്നണിയായിട്ട് ഒത്തുകളിയാണെങ്കിൽ ആ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ അൻവറിന്റെ കയ്യിരിക്കുന്ന വോട്ട് ആ മുന്നണിക്ക് കിട്ടി ആ മുന്നണിക്ക് ജയസാധ്യത കൂടുകയും ചെയ്യില്ലേ? അല്ല അൻവർ മറുസൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എം സ്വരാജ് സ്ഥാനാർത്ഥി ആയി വന്നിടത്തോളം കാലം UDF-ന് അവിടെ ജയിച്ചു കയറാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ UDF-ന്റെ ഞാൻ സ്വരാജിന്റെ സ്ഥാനാർത്ഥം അല്ല വിഷയം. ഞാൻ ചോദിച്ചത് അൻവർ ഇപ്പോൾ UDF-ആയിട്ട് ഒത്തുകളിയാണെന്ന് പറഞ്ഞാണ്. അൻവർ ഇപ്പോൾ ആരുമായിട്ടായാലും അൻവറിന്റെ കയ്യിൽ കുറച്ച് വോട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു മുന്നണിയുടെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ആ മുന്നണിക്ക് ആ വോട്ട് കിട്ടിയാൽ കൂടുതൽ അനായാസിൽ ജയിക്കാം. അതല്ലേ ഒരു സാമാന്യ പൊളിറ്റിക്സ്. അല്ലാതെ അൻവർ വേറെ മത്സരിച്ചതുകൊണ്ട് ഏതെങ്കിലും മുന്നണിക്ക് സഹായമാണെന്നൊക്കെ പറയുന്നതിൽ കാര്യമായ അർത്ഥമുണ്ടോ എനിക്കറിയില്ല. LDF-ന്റെ വോട്ട് സ്പ്ലിറ്റ് ആക്കുക എന്നുള്ളത് മാത്രമാണ് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ട്. ഇത് കഴിഞ്ഞിട്ട് രാഷ്ട്രീയ വിശകലനം അങ്ങനെ ഓരോ തരത്തിൽ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ കണ്ടറിയണം. നമുക്ക് ശ്രീ മധു ആണ് പാലക്കാട് നിന്ന്. ശ്രീ മധു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? സാറേ നമസ്കാരം. സാർ നമസ്കാരമുണ്ട്. സാറേ, കഴിഞ്ഞ തവണ 2700 വോട്ടെന്തോ ഭൂരിപക്ഷമായിരുന്നു തോന്നുന്നു. അതെ, 2700 ആയിരുന്നു. അതിന്റെ 10 മടങ്ങ് കൂടാനാണ് സാധ്യത ഈ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നാല്. പിന്നെ ജൂലൈ 1-ാം തീയതി JPP അധികാരം ഏൽക്കാൻ പോകുമല്ലോ സാർ ഇവിടെ. ആരാണ്? JPP, മൂന്നാം മുന്നണി. JPP സാറ് കേട്ടില്ല? മൂന്നാം മുന്നണിയുടെ പുതിയ പേര്. ഓ, മറ്റേ അൻവറിന്റെ പുതിയ മുന്നണിയാണോ? അതിന്റെ പേരാണ് പ്രതിപക്ഷ എന്തായിരുന്നു അതിന്റെ പേര്? DMK പോയി, തൃണമൂല് പോയി, അരവിന്ദിന്റെ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി. അതെ. JPP ജൂലൈ 1-ാം തീയതി രാവിലെ 9:30 സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവാ. ശരി ശ്രീ മധു. ഓക്കെ, എന്തായാലും അങ്ങനെ ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി, അങ്ങനെ ഒരു പ്രതിപക്ഷത്തിനെതിരെയും ഭരണപക്ഷത്തിനെതിരെയും മത്സരം നയിക്കുന്ന മുന്നണിയാണത്. ശ്രീ സലീമാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ സലീം, താങ്കൾ എങ്ങനെയാണ് ഈ PV അൻവറിന്റെ രാഷ്ട്രീയ നിലപാടുകളെ വിലയിരുത്തുന്നത്? സാറേ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. ഈ അൻവറിന്റെ മത്സരം കൊണ്ട് ഇടതുപക്ഷത്തിന് ഒരു വോട്ട് പോലും കുറയാൻ പോകുന്നില്ല. മറ്റു പാർട്ടികൾക്കാണ് നഷ്ടം വരാൻ പോകുന്നത്. അത് ആർക്കൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. ഹലോ, ശരി. ഈ ഇടതുപക്ഷത്തിന്റെ വോട്ട് ഒന്നും പോവില്ല. നേരത്തെ ഒരാൾ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ വോട്ടാണ് അൻവർ കൊണ്ടുപോകുന്നതെന്ന് പറയുന്നത്. എന്തെങ്കിലും രൂപത്തിലുള്ള ബെനിഫിറ്റ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഇടതുപക്ഷത്തിന് മാത്രമായിരിക്കും. ഇടതുപക്ഷത്തിന് അൻവർ പിടിക്കുന്നതല്ല UDF-ന്റെ വോട്ടായിരിക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? UDF-ന്റെ വോട്ട് മാത്രമായില്ല, അൻവറിന് ചിലപ്പോൾ STPI അതുപോലുള്ള ജമാഅത്ത് ഇസ്ലാമി വോട്ടുകൾ, BJP-ന്റെ ഒരു ഷെയർ, UDF-ന്റെ നല്ലൊരു ഷെയറും കിട്ടും. അപ്പൊ കൂടുതൽ UDF-ന്റെ വോട്ട് പോകുന്നു താങ്കൾ കരുതുന്നു?
ഇതിന്റെ UDF-ന്റെ വോട്ടാണ് അൻവറിന് പോകുന്നത്. കഴിഞ്ഞ തവണ LDF-ന്റെ വോട്ടല്ലേ പോയിരുന്നത്? തീർച്ചയായിട്ടും അത് നേരത്തെ LDF അറിഞ്ഞുകൊണ്ട് കൊടുത്താണ്, ഇപ്പൊ അറിഞ്ഞുകൊണ്ട് കൊടുക്കല്ലോ. നേരത്തെ അൻവറിന് കിട്ടിയിരുന്ന വോട്ടുകൾ LDF വോട്ടുകളും മറ്റേതിന് സ്പ്ലിറ്റ് ആയ വോട്ടുകളുമാണ്. പക്ഷെ ഇപ്പൊ അന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കുമായിരുന്നു, ഇന്ന് അറിഞ്ഞുകൊണ്ടല്ലല്ലോ കൊടുക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ഒരു വോട്ട് പോലും കൊടുക്കില്ല. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇതൊക്കെ അറിയേണ്ടത്, ഏത് മുന്നണിയുടെ വോട്ടുകളാണ് അൻവർ പിടിക്കുന്നത് എന്നൊക്കെ. ശ്രീ സലീമാണ് മലപ്പുറത്ത് നിന്ന് പ്രതികരിച്ചത്. ശ്രീ ഇടയം മുരളിയാണ് ശ്രീ കൊല്ലത്ത് നിന്നും. ശ്രീ ഇടയം മുരളി, താങ്കൾക്ക് പറയാം. സാറേ നമസ്കാരം. പറഞ്ഞോളൂ. സാറേ, ഈ അൻവറിന്റെ വിഷയം യഥാർത്ഥത്തിൽ അളിച്ച് പൊളിച്ച് കാച്ചാങ്കണ്ണാക്കിയത് അൻവർ തന്നെയാണ്. കാര്യം ഒരു മുന്നണിയിലേക്ക് ഒരു പാർട്ടിയോ ഒരു വ്യക്തിയോ സ്വീകരിക്കുമ്പോൾ മുന്നണിക്ക് അതിൻ്റെതായ ഒരു ജനാധിപത്യ പ്രക്രിയകളുണ്ട്, അതിന്റെ മേൽഘടകങ്ങളുണ്ട്. ഇപ്പൊ KPCC പ്രസിഡന്റ് തന്നെ ഒരു തീരുമാനം എടുക്കാൻ ഒക്കത്തില്ല. UDF-ന്റെ കൺവീനറുണ്ട്, അതുപോലെ അതിന്റെ സീനിയർ നേതാക്കന്മാരുണ്ട്, പിന്നെ ദേശീയ തലത്തിൽ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെയും ഹൈക്കമാൻഡിന്റെയും ഒക്കെ അനുമതി വാങ്ങിക്കണം. അപ്പൊ അതിനൊക്കെ നിശ്ചിതമായ സമയപരിധിയുണ്ട്. ആ സമയം കൊടുക്കാൻ ശ്രീ ഇടയമുരളി, നമ്മുടെ സമയം അവസാനിക്കൊണ്ടാണ് പെട്ടെന്ന് ഇടപെടുന്നത്. എന്തായാലും ആളുകളുടെ ഭാഗത്ത് നിന്ന് PV അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളയുന്നതും PV അൻവറിന്റെ മത്സരം PV അൻവറിനോട് തന്നെയാണ് എന്ന് പറഞ്ഞതും, അതല്ല PV അൻവർ പിടിക്കുന്നത് LDF-ന്റെ വോട്ടാണെന്ന് വിലയിരുത്തിയവരും PV അൻവർ UDF-ന്റെ വോട്ട് മാത്രമാണ് പിടിക്കുന്നതെന്ന് വിലയിരുത്തിയവരും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അൻവറിന്റെ നിലപാടുകളെ പൊതുവെ ഇങ്ങനെ മാറിയുള്ള നിലപാടുകളെ തള്ളിക്കളയുന്ന രീതിയിലാണ് ഭൂരിപക്ഷം പ്രേക്ഷകരും പ്രതികരിച്ചത്. എന്നാൽ അത്യപൂർവ്വം ചിലരെങ്കിലും അൻവർ അവിടെ വിജയിക്കും എന്ന് അടക്കം പറഞ്ഞ പ്രേക്ഷകരും ഒക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ ജനങ്ങളുടെ കയ്യിലാണ് വിധി വരേണ്ടത്, നമ്മളാരും അത് നിശ്ചയിക്കാൻ ആളുകളല്ല. എന്തായാലും ആ വിധി വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അതിനിടയിലൊക്കെ അഭിപ്രായം പറയാനും വിലയിരുത്താനും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും പ്രേക്ഷകർക്കും ഒക്കെ അവകാശമുണ്ട്. എന്തായാലും ഇന്നത്തെ പൊതുവേദി ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെയും ഇതേ സമയം മറ്റൊരു വിഷയമായി ന്യൂസ് 18 പൊതുവേദി.